ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ, അധ്യായം 11. ഇത്തവണയും അർത്തുങ്കൽ പള്ളി പെരുന്നാളിന് പോയി വന്നപ്പോൾ കടും മഞ്ഞ നിറത്തിലുള്ള ബനിയനും നിക്കറുമാണ് എമിലി ശൗരിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയത്. ജാനറ്റിനും ഡെന്നിച്ചിനും വേണ്ടി പച്ചയും ചുവപ്പും നീലയും ഒക്കെ വാങ്ങി. ശൗരിക്കുട്ടിയുടെ ബനിയനും നിക്കറും എടുത്തു നോക്കിയിട്ട് കുഞ്ഞന്ന എമിലിയോട് ചോദിച്ചു, ഇതെന്താടി ശൗരിക്കുട്ടിക്ക് മഞ്ഞ മാത്രം എപ്പോഴും? ഒരു തവണ റോസ് കളർ എടുത്തായിരുന്നല്ലോ. അതൊരെണ്ണം. ഇതിൻ്റെ മുമ്പെടുത്തതും മഞ്ഞയാണല്ലോ. അത് ഇളം മഞ്ഞ. വേറൊരു നിറവും നീ കണ്ടില്ലേ? എൻ്റെ അമ്മേ, ഞാനിത് മനഃപൂർവ്വം എടുക്കണതാ. കണ്ണ് തെറ്റിയാൽ അവൻ വീട്ടിൽ നിന്ന് ചാടിപ്പോവും. വിളിച്ചാ വിളി കേൾക്കുവോ? ഇല്ല. എവിടെയാ നിൽക്കണമെന്ന് കണ്ടുപിടിക്കണ്ടേ? എമിലി പറഞ്ഞിട്ടങ്ങ് പോയി. കുഞ്ഞന്ന മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, പെണ്ണേ, നിൻ്റെ ഒരു ബുദ്ധി. എമിലി പറഞ്ഞത് ശരിയാണെന്ന് കുഞ്ഞന്നയ്ക്കറിയാം. ശൗരിക്കുട്ടി മായാവിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോട്ടം തെറ്റിയാൽ ശൗരിക്കുട്ടി പിന്നെ എവിടെ പോയെന്ന് കാണില്ല. ആവിയായി പോയോ എന്ന് സംശയിച്ചു പോകും. അത്ര മിന്നൽ വേഗത്തിലാണ് അവൻ്റെ പോക്കുവരവുകൾ. ഒന്നുകിൽ പൂച്ചയുടെ പുറകെ, അല്ലെങ്കിൽ കോഴിയുടെ പുറകെ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിയുടെ പുറകെ. ശൗരിക്കുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു വിട്ടിൽ മതി. അത് ചാടുന്നതിനൊപ്പിച്ച് അവനും ചാടും. തുമ്പിയുടെ പിന്നാലെ കൈ നീട്ടിക്കൊണ്ട് ചെല്ലും. അണ്ണാൻ്റെ പിറകെയും പായും. ശൗരിക്കുട്ടിക്ക് തന്നെ ഒടുവിൽ അറിയില്ല താൻ എവിടെ എത്തിയെന്ന്. ചിലപ്പോൾ ഏതെങ്കിലും കുളക്കരയിലോ തോട്ടുപക്കത്തോ ആയിരിക്കും, അല്ലെങ്കിൽ കാരക്കാട്ടുകാരുടെ തെങ്ങും പറമ്പിലായിരിക്കും. പരിസരബോധം വന്ന് ശൗരിക്കുട്ടി ചുറ്റും നോക്കുമ്പോൾ അപരിചിതമായ ഒരു സ്ഥലം. വീട് കാണാനേ ഇല്ല. പിന്നെ ഒറ്റ വഴിയേയുള്ളൂ. പശു അമറുമ്പോൾ പൈക്കിടാവ് കാതോർക്കുന്ന പോലെ കാതോർക്കുക. ഏതോ ദൂരത്തു നിന്ന് എമിലിയുടെ വിളിയൊച്ച അപ്പോൾ അവൻ കേൾക്കും. മോനെ, ശൗരിക്കുട്ടിയെ, നീ എവിടെയാ? ആ ശബ്ദം ലക്ഷ്യമാക്കിയാണ് അവൻ്റെ തിരിഞ്ഞോട്ടം. കടും മഞ്ഞ നിറമുള്ള ഉടുപ്പാണെങ്കിൽ എമിലിക്ക് എത്ര കുട്ടികൾക്കിടയിൽ വെച്ചും പച്ചില ചാർത്തിൽ നിന്നാലും ഏത് കരിയിലെ കൂനയ്ക്ക് പിന്നിൽ മറഞ്ഞാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. തേടി ഒരുപാട് അലയണ്ട. മകനെ കണ്ടില്ലെങ്കിൽ എമിലി അയൽക്കാരോട് ചോദിക്കും, ശൗരിക്കുട്ടിയെ കണ്ട നിങ്ങാരെങ്കിലും ഒരു മഞ്ഞ ഉടുപ്പിട്ട്? ആളുകൾക്കും തിരിച്ചറിയാൻ എളുപ്പമാണ്. അപരിചിതരാണെങ്കിൽ പോലും പറയും, ഒരു മഞ്ഞ ഉടുപ്പിട്ട കുട്ടിയല്ലേ, ദേ ഇതിലെ വടക്കോട്ട് പോണ കണ്ടു, ഒരു പട്ടിയുടെ പുറകിന്. ശൗരിക്കുട്ടി എണീറ്റ് നടക്കുന്നതുവരെ അവനൊന്ന് നടന്നു കാണുന്ന പുണ്യാളച്ച എന്നായിരുന്നു എമിലിയുടെ പ്രാർത്ഥന. സാധാരണ കുട്ടികൾ നടക്കുന്നതിനേക്കാൾ വൈകിയാണ് ശൗരി പിച്ച വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ അവനെ എവിടെങ്കിലും അടക്കിയിരുത്തണേ പുണ്യാളച്ച എന്നാണ് എമിലിയുടെ പ്രാർത്ഥന. എമിലി അത്രയ്ക്ക് വശം കെട്ടു. കടൽ മാത്രമല്ല എമിലിയുടെ പേടി സ്വപ്നം. കുളങ്ങളും തോടുകളും ധാരാളമുണ്ട്. പൊഴികളുണ്ട്. ഒരു ദിവസം കടൽക്കരയെത്തിയ ശൗരി ദൂരെ വള്ളങ്ങളും വിശാലമായ കടപ്പുറവും കണ്ട് നടന്നങ്ങ് പോയി. ആദ്യം കണ്ടപ്പോൾ വലിയ ദൂരമൊന്നുമില്ലെന്ന് തോന്നിയെങ്കിലും എത്ര നടന്നിട്ടും എത്തുന്നില്ല. ശൗരി ഓടി നോക്കി. മണലിൽ കാല് പുഴുന്ന് 2-3 തവണ വീണു. ആ വീഴ്ചകൾ അവന് രസകരമായി തോന്നി. വീട്ടുമുറ്റത്തോ റോഡിലോ വീഴുന്ന പോലെയല്ല. കാൽമുട്ടിലെയും കൈമുട്ടിലെയും തൊലി ഇളകി ചോര പൊടിയുന്നില്ല. മണലിൽ വീഴുമ്പോൾ നല്ല രസം. അവൻ മനഃപൂർവ്വം വീണു നോക്കി. മണലിൽ തലകുത്തിമറിഞ്ഞു, ഉരുണ്ടു. അങ്ങനെ ശൗരിക്കുട്ടി എപ്പോഴോ ലക്ഷ്യസ്ഥാനത്തെത്തി. അത് ചെത്തിക്കടപ്പുറമായിരുന്നു. ധാരാളം വള്ളങ്ങൾ, ആളുകൾ, തരകന്മാർ, മീൻ ലേലം, വലിയ കുട്ടകൾ നിറയെ പലജാതി മീനുകൾ, വലുതും ചെറുതും, ശൗരി കണ്ടിട്ടുള്ളതും ഇല്ലാത്തതും. ചായക്കടകൾ, വാഹനങ്ങൾ, വലിയ ഐസ് കട്ടകൾ. ശൗരി എല്ലായിടത്തും ചുറ്റി നടന്നു. കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. വള്ളങ്ങൾ വരുന്നു. ആളുകൾ കയറിട്ട് വലിച്ച് കരക്കടിപ്പിക്കുന്നു. വള്ളങ്ങളിൽ നിന്ന് കോരുകാർ മീൻ കോരിയിറക്കുന്നു. എന്തെല്ലാം കാഴ്ചകൾ! ശൗരിക്കുട്ടി തനിക്കൊരു വീടുള്ളത് മറന്നു, അമ്മയുള്ളത് മറന്നു. ഈ സമയം ശൗരിക്കുട്ടിയെ തേടി എമിലി പരക്കം പായുകയായിരുന്നു. എവിടെ പോയി അവൻ? സമീപ പ്രദേശങ്ങളിലെല്ലാം നോക്കി. അയൽപ്പറമ്പുകളിലെല്ലാം എമിലി ശൗരിക്കുട്ടിയുടെ പേര് പല ആവർത്തി നിലവിളിച്ചുകൊണ്ട് നടന്നു. തോട്ടുവക്കിലും കുളക്കരയിലും നോക്കി. കടൽക്കരയിലും വന്നു. ഒടുക്കം അയൽക്കാരും കൂടി ശൗരിക്കുട്ടിയെ തേടിയിറങ്ങി. കടൽക്കരയിലുമില്ല. എമിലി കടലിലേക്ക് തള്ളി നിൽക്കുന്ന പുലിമുട്ടിൻ്റെ മുകളിൽ കയറി നിന്ന് വിദൂരത്തേക്ക് നോക്കി. അപ്പോൾ കാണാൻ ചെത്തിക്കടപ്പുറത്ത് ഒരു മഞ്ഞയുടെ ചലനം. ഒരു മഞ്ഞ പൊട്ടുപോലെ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരമല്ല. എമിലിയുടെ പുറകെ ചെന്ന കുഞ്ഞന്നയും കണ്ടു മഞ്ഞപ്പൊട്ട്. ഇപ്പോഴാണ് മഞ്ഞയുടെ പ്രാധാന്യം കുഞ്ഞന്നയ്ക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്. എമിലി ആ നിമിഷം തന്നെ എടുത്തു വെച്ച് ഓടി. എന്നിട്ടും 1 മണിക്കൂറെടുത്തു ചെത്തിക്കടപ്പുറത്തെത്താൻ. എമിലി ചെന്നതും കൈവച്ച് ശൗരിയുടെ തുടക്കിട്ട് ഒറ്റ എണ്ണമിട്ട് കൊടുത്തു. അത് കണ്ട് കോരുകാരിലൊരാൾ പറഞ്ഞു, ഞാൻ കുറേ നേരമായിട്ട് കാണുന്ന
ഈ മഞ്ഞ ഉടുപ്പിട്ട കൊച്ച് ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണത്? ഇതിന് ഉടയോരാരും ഇല്ലേന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് കണ്ണു വെട്ടിച്ച് ചാടിപ്പോന്നതാണോ? അതേന്ന് എമിലി ആവലാതിപ്പെടും പോലെ പറഞ്ഞു. ഏത് വീട്ടിലെ കൊച്ചാ ഇത്? ഞങ്ങ ചെല്ലിക്കടപ്പുറത്തുകാരാ. ചെല്ലിക്കടപ്പുറത്തുനിന്ന് വന്നതാ ഈ കൊച്ച്. കോരുകാരൻ കണ്ണുമിഴിച്ചു. അയാൾ ഉടൻ തന്നെ സമീപത്തുള്ളവരുടെയെല്ലാം ശ്രദ്ധ ക്ഷണിച്ചു. ദേ ഇങ്ങോട്ട് നോക്കണേ, ഈ കൊച്ചിനെ കണ്ട നിങ്ങ? 2 വയസ്സുണ്ടോ ഇതിന്? ചെല്ലിക്കടപ്പുറത്തുനിന്ന് ഓടി വന്നേക്കണത് ഒറ്റയ്ക്ക്. ആളുകളെല്ലാം മന്ദം വിട്ടു. ശൗരി ഭയങ്കരനായ കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ച് നിൽപ്പാണ്. ഇനി ഇവിടുന്ന് ഒരോട്ടോ പിടിച്ച് ചെല്ലിക്ക് പോ. വെയിലത്ത് കടപ്പുറത്തോടെ നടക്കണ്ട, മീൻ വിൽപ്പനക്കാരിയായ ഒരു സ്ത്രീ ഉപദേശിച്ചു. സമ്മതിക്കണം കേട്ടോ ഈ കൊച്ചിനെ. എങ്ങനെ ധൈര്യം വന്ന് ഇതിന് ഒറ്റയ്ക്ക് ഇത്രയിടം നടന്നു വരാൻ? ഈ ദൂരം മുഴുവൻ കടപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ കാണാൻ? സംഗതി ശരിയാണ്. ശൗരിക്കുട്ടി നടന്നു വന്ന ദൂരം മുഴുവൻ കടപ്പുറം വിജനമാണ്. എമിലി ഓട്ടോറിക്ഷ പിടിക്കാനൊന്നും നിന്നില്ല. ശൗരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കടൽക്കരയിൽ കൂടി തന്നെ ചെല്ലിക്കടപ്പുറത്തേക്ക് നടന്നു. ഇടയ്ക്ക് ദേഷ്യം കൂടുമ്പോൾ ശൗരിയുടെ തുടയ്ക്ക് ഓരോ അടിവെച്ചു കൊടുത്തു. ശൗരി ഇതുവരെ കിട്ടിയതും ഇനി കിട്ടാനുള്ളതും കൂടി വരവ് വച്ചമട്ടിൽ മൗനമായി നിന്ന് അടികൊണ്ടു. ഇതെല്ലാം തനിക്ക് കിട്ടേണ്ടതാണെന്ന് അവനറിയാം. ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലോട്ട് ചെല്ലട്ടെ, എമിലി ഭീഷണിപ്പെടുത്തി. എമിലി ശൗരിയെയും കൂട്ടി തിരിച്ചെത്തുന്നതുവരെ കുഞ്ഞന്ന പുലിമുട്ടിൻ മുകളിൽ പൊരി വെയിലത്ത് നിന്നു. ഇവനെങ്ങനെ പോയി അവിടെ വരെ? കുഞ്ഞന്ന ചോദിച്ചു. ആർക്കറിയാം? എമിലി കൈമലർത്തി. കൊടുത്തില്ലേ 2 നല്ല ചൂടോടെ? കൊടുത്തു. ഇവിടെ വരുന്നതുവരെ കൊടുത്തു. അവനറിയാം എന്തിനാണെന്ന്. അതുകൊണ്ട് കരച്ചിലുമില്ല, പിഴിച്ചിലുമില്ല. അല്ലെങ്കിൽ എന്നെ തല്ലല്ലേ അമ്മയെന്ന് നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നവനാ. ഇതിനെ നീ എങ്ങനെ വളർത്തിക്കൊണ്ട് വരും എമിലി? പരുന്തുംകാലേ പോകുമല്ലോ. എപ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റുമോ? കെട്ടിയിടും ഞാൻ ഇവൻ്റെ കാലെ പട്ടിയുടെ തൊട്ടിലിട്ട് പൂട്ടും. വേണ്ട. ശൗരിക്ക് ശബ്ദമുണ്ടായി. എന്തു വേണ്ടെന്ന്? നിന്നെ പൂട്ടിയിടലല്ലാതെ വേറെ ഒരു വഴിയില്ല. വേണ്ട. ശൗരി ശക്തമായി എതിർത്തു. ശൗരിയെ കൊണ്ടു ചെല്ലുന്നത് കണ്ട് അയൽക്കാരൊക്കെ വേലിക്കരികെ വന്നു നോക്കി. എവിടുന്ന് കിട്ടി? മറിയമ്മ ചോദിച്ചു. ഒന്നും പറയണ്ട, ചെത്തിക്കടപ്പുറത്താ പോയേക്കണത്, എമിലി പറഞ്ഞു. നേരോ? മറിയമ്മ തലയിൽ കൈവച്ചു. കേട്ടവർ അത്ഭുതം കൂറി. 2.5 വയസ്സേ ഉള്ളൂ. അതിനിടയ്ക്ക് രാജ്യസഞ്ചാരം, ഒറ്റയ്ക്ക്. നല്ല അടിവെച്ച് കൊടുക്കാത്തതിൻ്റെ കുഴപ്പാ. ശൗരി നിന്നു. ആ പറഞ്ഞത് ആരാണെന്ന് ശരിക്കൊന്നും നോക്കി. തെക്കും ഭാഗത്തെ ശോഭനയാണ്. അവൻ്റെ നോട്ടം കണ്ടോ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ തന്നെ ഒരു കുറ്റവാളിയെപ്പോലെ നാട്ടുകാരുടെ മുന്നിൽ കൂടി കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് ശൗരിക്ക് അപമാനകരമായി തോന്നി. അവൻ കൈ കുതിരിച്ച് അവളുടെ പിടിവിടുവിച്ചു. എമിലി വടി ഒടിച്ചെടുത്തുകൊണ്ടാണ് വീട്ടുമുറ്റത്തേക്ക് ചെന്നത്. ശൗരി വീടിന് ചുറ്റുമോടി. അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നിട്ടും എമിലി 2 വട്ടം അവൻ്റെ പുറകെ ഓടിയിട്ട് ഓട്ടം നിർത്തി. നീ തിന്നാനായിട്ട് കയറി വരുമല്ല, അപ്പം ഞാൻ പിടിച്ചോളാം. ശൗരിക്കുട്ടി പുറകിൽ കൈകെട്ടി നിന്നു. പിന്നീട് ജാനറ്റ് അവനെ വിളിച്ച്, നീ എന്തിനാ മോനെ ചെത്തിക്കടപ്പുറത്ത് പോയത് എന്ന് ചോദിച്ചു. എനിക്ക് വള്ളം കാണാൻ പോയതാ. അത്രയും ദൂരം നീ വള്ളം കാണാൻ പോയോ? പോയി. നിനക്ക് പേടിയില്ലേടാ? കടലുണ്ടല്ലോ അവിടെ. അവൻ പടിഞ്ഞാറേക്ക് കൈ ചൂണ്ടി. അവൻ കടൽക്കരയിലൂടെ നടന്നു പോകുമ്പോൾ കടൽ അവനെ കാണുന്നുണ്ട്. തിരക്കൈകൾ നീട്ടി എവിടെ പോണു കൂട്ടുകാരാ എന്ന് ചോദിക്കുന്നുണ്ട്. കടൽ എന്ന വലിയ ചങ്ങാതിയുടെ അരികത്തുകൂടി സഞ്ചരിക്കുമ്പോൾ അവന് ഒന്നിനെയും ഭയമില്ല. കാരക്കാട്ട് വീട്ടിൽ കുഞ്ഞു ഡാൻഡസിൻ്റെ സ്വഭാവ രീതികൾ നേരെ തിരിച്ചായിരുന്നു. കടപ്പുറത്ത് എൽസമ്മയുടെ കൂടെയോ സൈമൺ തരകൻ്റെ കൂടെയോ പോയപ്പോഴൊന്നും അവന് കടലിനോട് ഒരു കമ്പവും തോന്നിയില്ല. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ അവൻ കാറിന് വെളിയിലേക്ക് ഇറങ്ങിയതേയില്ല. മീനിൻ്റെ ഉളുമ്പുനാറ്റവും മീൻ പിടിക്കുന്നവരുടെയും അത് വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വേഷഭൂഷാദികളും ബഹളങ്ങളും ഒന്നും ഡാൻഡസിന് ഇഷ്ടപ്പെട്ടില്ല. കടലിലേക്ക് നോക്കാൻ തന്നെ അവന് പേടിയായിരുന്നു. എൽസമ്മ അവനെ കടപ്പുറത്ത് ഇറക്കി നിർത്തി. തിര വന്ന് കുതിർന്ന മണലിലൂടെ അവൻ്റെ കൈപിടിച്ച് നടക്കാൻ ശ്രമിച്ചു. അവൻ ചിണുങ്ങിക്കൊണ്ട് എൽസമ്മയുടെ ഒക്കത്ത് തന്നെ തിരിച്ചു കയറി. പോവാം. അവന് കടപ്പുറത്തു നിന്ന് പോയാൽ മതി. വീട്ടിൽ പോവാം. എൽസമ്മ അവനെ കാറിൽ കയറ്റി വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അവനെല്ലായ്പ്പോഴും എൽസമ്മയെ ചുറ്റിപ്പറ്റി നടന്നു. എൽസമ്മ അടുക്കളയിലോ ഊണുമുറിയിലോ ആണെങ്കിൽ അവൻ അവിടെ ഒരു കളിപ്പാട്ടം കൊണ്ടുവച്ച് കളിക്കും. എൽസമ്മ കസേരയിലാണെങ്കിൽ അവളുടെ മടിയിൽ കയറിയിരിക്കും. എൽസമ്മ കിടക്കുകയാണെങ്കിൽ അവനും കട്ടിലിനരികെ ഉണ്ടാകും. ഒരിക്കലും എൻ്റെ മോനെവിടെ പോയി എന്ന് ചോദിച്ച് എൽസമ്മയ്ക്ക് തിരഞ്ഞു നടക്കേണ്ടി വന്നില്ല. ഡാൻഡസ് എൽസമ്മയുടെ മടിയിലിരുന്ന് പാട്ടുകൾ കേട്ട് ആസ്വദിക്കുകയും TV സിനിമകൾ കണ്ട് രസിക്കുകയും ചെയ്തു പോന്നു. ചെല്ലിക്കടപ്പുറത്ത് ചാകര വരുമെന്നും
വള്ളമടുപ്പിക്കാൻ കഴിയുമെന്നും ആരും പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ കാലവർഷത്തിലും ന്യൂനമർദ്ദ വ്യതിയാനങ്ങളും കടൽ കുറേശ്ശെ മണ്ണ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കടപ്പുറമെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ കടൽ തീരം. ചാകരയുണ്ടായാലേ വള്ളം അടുപ്പിക്കാനും ഇറക്കാനും പറ്റൂ. വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നു. പലതവണ കടൽ കയറി വരികയും പിൻവാങ്ങുകയും ചെയ്തു. സർക്കാർ സംവിധാനങ്ങളുടെ മുന്നറിയിപ്പോടു കൂടിയ ന്യൂനമർദ്ദവും ഘോരമഴയും കടലാക്രമണവും ഉണ്ടായി. പലയിടത്തും കടൽ കരയെ നക്കിയെടുത്തു. വിശാലമായ കടപ്പുറങ്ങൾ പലതും നാലിലൊന്നായി ചുരുങ്ങിപ്പോയി. കോളിളക്കവും പേമാരിയും ശമിച്ചപ്പോൾ ചെല്ലിക്കടപ്പുറത്ത് ചാകര വന്നു. പഴയ വിശാലമായ ചെല്ലിക്കടപ്പുറത്തിൻ്റെ പാതിയോളം കടൽ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. ചെല്ലിക്കടപ്പുറത്ത് വള്ളമടുപ്പിക്കാനും വള്ളം ഇറക്കാനും കഴിയുമെന്നായി. ചെത്തിയിലേക്കും കാട്ടൂരേക്കും പള്ളിയിലേക്കും പോയിക്കൊണ്ടിരുന്ന വള്ളങ്ങൾ ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിച്ചു വന്നു. സൈമൺ തരകൻ്റെ വള്ളങ്ങൾ കടപ്പുറത്ത് സ്ഥാനം പിടിച്ചു. മീൻ കച്ചവടക്കാരും ഐസ് വിൽപ്പനക്കാരും മീൻ വണ്ടികളും വീണ്ടും എത്തി. ചെല്ലിക്കടപ്പുറത്തേക്ക് മീൻ വന്നു തുടങ്ങിയതോടെ കടപ്പുറം ബഹളമയമായി. എമിലി കുഞ്ഞന്നയോട് പറഞ്ഞു, കടപ്പുറത്ത് ഷെഡ് കെട്ടണം, ചായക്കട വയ്ക്കണം. സൈമൺ മുതലാളി വന്ന് പിന്നെയും പൊളിച്ചു കളഞ്ഞാലോ? ഇനി പൊളിക്കാനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എമിലിയുടെ ധൈര്യം കണ്ട് കുഞ്ഞന്ന കണ്ണുമിഴിച്ചു. കുഞ്ഞന്നയെയും ഒരു പണിക്കാരനെയും കൂട്ടി എമിലി സൈമൺ തരകൻ്റെ കടപ്പുറത്ത് ഷെഡ് കെട്ടി. സൈമൺ തരകൻ്റെ സിൽബന്തി ഏലിയാസ് വന്ന് എമിലിയോട് തറ വാടക ചോദിച്ചു. കടയുടെ വലിപ്പമനുസരിച്ച് 5000-ഉം 10,000-ഉം ഒക്കെ തറ വാടക വാങ്ങിയാണ് സൈമൺ തരകൻ തൻ്റെ സ്ഥലത്ത് ഷെഡ് കെട്ടാൻ അനുവദിക്കാറ്. അത് ഓരോ വർഷവും പുതുക്കുകയും വേണം. ഞാൻ തറവാടക പണ്ടേ അടച്ചിട്ടുണ്ടെന്ന് നിന്റെ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക്. എമിലി ഏലിയാസിനോട് പറഞ്ഞു. ഇത് പണ്ടത്തെ മാതിരി കേരള സർക്കാരിൻ്റെയല്ല കടപ്പുറം. സൈമൺ മുതലാളി കരം കെട്ടുന്ന ഭൂമിയാ. കടലില്ല സർവേ കല്ല് കിടക്കണത്. 3 കൊല്ലം മുൻപ് കടൽ കയറി വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. അതിന് ഞാനെന്തു വേണം? എൻ്റെ ഷെഡ് പൊളിക്കാം വന്നാലുണ്ടല്ലോ, ഇനി എൻ്റെ ജീവിതം സെൻട്രൽ ജയിലില്ല. കൊലപാതക കുറ്റത്തിന്. നിന്റെ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക്. കേട്ടുനിന്നവർ ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. എമിലിയോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നും അവൾ മനസ്സ് നൊന്ത് ശപിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും തെറ്റായോ ശരിയായോ ഒരു വിശ്വാസം ചെല്ലിക്കടപ്പുറം നിവാസികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. എമിലിയോട് പിന്നെ തറവാടക ചോദിക്കാൻ ആരും വന്നില്ല. എന്നും പുലർച്ചയ്ക്ക് എമിലിക്കൊപ്പം ശൗരിക്കുട്ടിയും ഉണരും. അവനും എമിലിയുടെയും കുഞ്ഞന്നയുടെയും കൂടെ കടപ്പുറത്ത് ചായക്കട ഷെഡിൽ വരും. എമിലി കൊടുക്കുന്ന പാലും കുടിച്ച് അവൻ കടപ്പുറത്തുകൂടി ചുറ്റിത്തിരിഞ്ഞു നടക്കും. എമിലിയുടെ കണ്ണുകൾ എപ്പോഴും ആ മഞ്ഞക്കുപ്പായക്കാരൻ്റെ മേൽ ഉണ്ടായിരുന്നു. കടപ്പുറത്ത് മീൻവല വിരിച്ച് കേടുപോക്കുന്ന ചഞ്ചാൻ ജർമ്മിച്ചായൻ്റെ അടുത്ത് ശൗരിക്കുട്ടി ചെന്ന് കുത്തിയിരിക്കും. ജർമ്മിച്ചായനോട് അവൻ തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതെന്നാ കാണിക്കുക? വല പൊട്ടിയത് തുന്നുവാ മോനെ. ഇതെന്തിനാ? കടലിൽ പോയി വല വീശാൻ. എന്തിനാ വല വീശണേ? മീൻ പിടിക്കാൻ. ഒത്തിരി മീൻ കിട്ടുമോ ഈ വലയിൽ? ഒത്തിരി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഈ സംസാരം അങ്ങനെ നീണ്ടു പോകും. ഇടയ്ക്ക് എമിലി മകനെ തിരക്കി വരും. ഒരു തവണ ജർമ്മിച്ചായൻ പറഞ്ഞു, എപ്പോഴും ഓടി വരണ്ട, ഇവനെ ഞാൻ നോക്കിയോളാം. ഇവനുണ്ടല്ലോ മുക്കുവനാ. ജർമ്മിച്ചായനെ എമിലിക്കറിയാം. പ്രായമേറിയതിനാൽ വല്ലപ്പോഴും മാത്രമേ കടലിൽ പണിക്ക് പോകാറുള്ളൂ. ഇപ്പോൾ മക്കളാണ് കടലിൽ പണി ചെയ്യുന്നത്. മീനുമായി വള്ളം വരുമ്പോൾ ജർമ്മിച്ചായൻ വള്ളം പിടിച്ചടിപ്പിക്കും. കുട്ടയിൽ മീൻ കോരും. ഉടക്കു വലയിൽ നിന്ന് മീൻ പെറുക്കും. വല മാട്ടും. ഇടയ്ക്ക് ആള് തികയാഞ്ഞാൽ കടലിലും പോകും. നേരം വെളുത്താൽ സന്ധ്യ വരെ കടപ്പുറത്തുണ്ടാകും. ഒരു ദിവസം ശൗരിക്കുട്ടി ജർമ്മിച്ചായനോട് ചോദിച്ചു, എന്നെയും കടലിൽ കൊണ്ടുപോവോ? ഇത്ര കുഞ്ഞിലേയോ? നിനക്ക് 3 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളു. എന്നിട്ടും അവൻ ചോദ്യം നിർത്തിയില്ല. അനേകം തവണ ആവർത്തിച്ചു കേട്ടപ്പോൾ ജർമ്മിച്ചായൻ അവന് വാക്കുകൊടുത്തു. ഞാൻ കടലിൽ പോകുമ്പോൾ കൊണ്ടുപോവാം. ശൗരിക്കുട്ടിക്ക് സന്തോഷമായി. ഒടുവിൽ ആ ദിനവും വന്നു ചേർന്നു. ജർമ്മിച്ചായൻ ചായക്കടയിൽ ചെന്ന് എമിലിയോട് പറഞ്ഞു, ശൗരിക്കുട്ടീനെ ഞാൻ ഇന്ന് കടലിപ്പണിക്ക് കൊണ്ടുപോവുകയാണ്. എമിലി വാ വിളിച്ച് കണ്ണു തുറച്ചു നിന്നു. ശൗരിക്കുട്ടീനെയോ? ഞാൻ പോണുണ്ട്. അവൻ എൻ്റെ കൂടെ വരട്ടെ. കടലിലോ? ഈ കൊച്ചിനെയും കൊണ്ട്? നമ്മൾ കൊച്ചുങ്ങളെയും കൊണ്ട് ബോട്ടിലും വള്ളത്തിലുമൊക്കെ യാത്ര ചെയ്യണില്ലേ? അത്രയുള്ളെന്ന്. ശൗരിക്കുട്ടീനെ കടൽ ചുരുക്കത്തില്ലേ? അവൻ ഛർദ്ദിച്ച് നാശമാക്കും. അങ്ങനൊന്നുമില്ല എമിലിയെ. ഞങ്ങൾ പുറംകടലിലല്ല പോണത്. കൂടിയ 5 മാറ് 6 മാറ് അത്രയുള്ളെന്ന്. കരയ്ക്ക് നിന്ന വള്ളം കാണാം, വള്ളത്തിൽ നിന്ന് കരയും കാണാം. വല്ലോ കാറ്റോ തിരയോ വന്നാൽ? എമിലി ശങ്കിച്ചു. നിനക്ക് കണ്ണില്ലേ എമിലി? കടല് പതിഞ്ഞു കിടക്കണ കണ്ടോ? കായൽ പോലെ. ഒന്നും പേടിക്കാനില്ലെന്ന്. ശൗരിക്കുട്ടിക്ക് പേടിയാകും.
ആർക്ക്? ഇവനോ? ഇവൻ എനിക്ക് ഒരു മാസമായിട്ട് സ്വൈരം തരണില്ല. എന്നെയും കൊണ്ടാവോ എന്നും ചോദിച്ചോണ്ട്. ഒടുവിൽ എമിലി മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. വാസ്തവത്തിൽ കടലിലേക്കാൾ അപകടങ്ങൾ കരയ്ക്കാണ്. റോഡിലും പുരയിടങ്ങളിലും കാടുകളിലും പുഴകളിലും നടക്കുന്ന അപകട മരണങ്ങളുടെ 100-1 പോലുമില്ല കടലിൽ. ഒരു ഓട്ടോറിക്ഷയിലോ ബൈക്കിലോ സഞ്ചരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് വള്ളത്തിലോ ബോട്ടിലോ കയറി കടലിൽ പോകുന്നത്. തന്നെ കൂടി കയറ്റി കടലിൽ കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ ശൗരിക്കുട്ടി തുള്ളിച്ചാടി. അവൻ കടപ്പുറം മുഴുവൻ ഓടി നടന്നു. 2 കൈകൊണ്ടും ഇല്ലാത്ത സ്റ്റിയറിംഗ് വളച്ചു തിരിച്ചുകൊണ്ട് സങ്കല്പ വണ്ടിയോടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ജർമ്മിച്ചായൻ എമിലിയുടെ പുത്രനെ കൂടി കടലിൽ പോകുന്ന വള്ളത്തിൽ കയറ്റുന്നു എന്ന് കേട്ടപ്പോൾ മക്കളും കൂട്ടുപണിക്കാരും കലമ്പി. എന്തിനാ അച്ചായ? വല്ലതും പറ്റിപ്പോയാ നമ്മ സമാധാനം പറയണ്ടേ? കടലിൽ എന്നാ പറ്റാനാ? ചുമ്മാ വേറെ പണിയൊന്നുമില്ലേ? എടാ, അവനും പോരട്ടെ. കുരുത്തമുള്ളവനാണെങ്കിൽ വള്ളത്തിൻ്റെ 4 കള്ളിയും ഇന്ന് നിറയും. ജർമ്മിച്ചായൻ ആ പറഞ്ഞത് മക്കളും കൂട്ടുപണിക്കാരും ഗൗനിച്ചു. കടലിലേക്ക് വള്ളം തള്ളി ഇറക്കുമ്പോൾ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന മട്ടിൽ ശൗരിയും തള്ളാൻ കൂടി. ജർമ്മിച്ചായൻ അവനെ പൊക്കിയെടുത്ത് വള്ളപ്പടിമേലിരുത്തി. ശൗരിക്കുട്ടിയുടെ ആദ്യത്തെ കടൽ യാത്രയ്ക്ക് സാക്ഷിയായി എമിലി കടപ്പുറത്ത് ആശങ്കയോടെ നോക്കി നിന്നു. അധ്യായം 12. ശൗരി കടലിലേക്ക് തന്നെ കണ്ണും നട്ട് വള്ളപ്പടിയിലിരുന്നു. തിരമാലകളെ മുറിച്ച് ബോട്ട് പോകുമ്പോൾ അവൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. അമ്മ കരയ്ക്ക് നിൽക്കുന്നത് അവന് കാണാമായിരുന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പൊട്ടുപോലെയായി. കരയും കായലിലെ പച്ചപ്പും വെറുമൊരു വര മാത്രമായി. ചുറ്റോടു ചുറ്റും കടൽ മാത്രമാണ്. ചുറ്റോടു ചുറ്റും കടൽ മാത്രമായി. എങ്ങനെയുണ്ടടാ ശൗരിക്കുട്ടി? ജർമ്മച്ചായൻ അവൻ്റെ ഇരിപ്പ് കണ്ട് ചോദിച്ചു. അവൻ കാലുകൾ ആട്ടിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല, അവൻ പറഞ്ഞു. പേടിയുണ്ടെങ്കിലും അവൻ പറയുകയില്ല. അടുത്ത തവണ കടലിൽ പോകണമെന്ന് പറയുമ്പോഴും ജർമ്മച്ചായൻ തന്നെ കൊണ്ടുപോകണം. പേടിയുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകില്ല. തിരമുറിച്ച് നീങ്ങുമ്പോൾ ചിലപ്പോൾ വലിയ തിരയാണെങ്കിൽ വള്ളം ചാടുന്നുണ്ട്. വള്ളത്തിൻ്റെ അണിയം മുകളിലേക്ക് ഉയർന്നിട്ട് തിര പോയി കഴിയുമ്പോൾ മുന്നോട്ട് തിര പോയ കുഴിയിലേക്ക് ഒരു ചാട്ടമുണ്ട്. 1-2 തവണ ശൗരിക്കുട്ടി വേച്ചു വീഴാൻ പോയി. വീഴല് കേട്ടോ, പിടിച്ചിരുന്നു. ജർമ്മച്ചായൻ അവനെ ഓർമ്മിപ്പിച്ചു. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ അവന് മനസ്സിലായി. കടലിൽ കൂടി നീന്തി വരുന്ന വലിയ ഓളമാണ് വള്ളത്തെ എടുത്തു പൊക്കുന്നതും താഴേക്കിടുന്നതും. മുന്നിൽ നിന്ന് വരുന്ന തിരയുടെ വലിപ്പം കണ്ട് അവൻ മനസ്സിൽ തായമിട്ടു. ഇത്രയ്ക്കിത്ര ചാട്ടമുണ്ടാകും, അത് കരുതിയിരിക്കണം. എരിവെയിലാണെങ്കിലും ശൗരിക്ക് ഒട്ടും ചൂട് തോന്നിയില്ല. കാറ്റ് അവൻ്റെ ദേഹത്ത് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവനെ മറിച്ചിടാനും ശ്രമിക്കുന്നുണ്ട്. അവനൊരു കൂസലുമില്ലല്ലോ ജർമ്മച്ചായ? പണിക്കാരിൽ ഒരാൾ വിസ്മയത്തോടെ ചോദിച്ചു. അവനെ സൈമൺ തരകൻ്റെ മകനല്ലേ? ജർമ്മച്ചായൻ പറഞ്ഞു. അപ്പറഞ്ഞത് ശൗരിക്കുട്ടിക്ക് മനസ്സിലായില്ല. വള്ളക്കാർ ചെയ്യുന്നതും പറയുന്നതും എല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വള്ളം നിർത്താതെ പോയിക്കൊണ്ടേയിരുന്നു. ശൗരിക്കുട്ടി കടലിൽ വേറെ പല വള്ളങ്ങളും കണ്ടു. ഓരോ വള്ളം കാണുമ്പോഴും അവൻ അതിന് നേർക്ക് കൈ ചൂണ്ടി ദേ വള്ളം എന്ന് വിളിച്ചു പറഞ്ഞു. കടലിൽ എന്തു കണ്ടാലും അവന് സന്തോഷപ്രദമായിരുന്നു. വള്ളത്തിൻ്റെ എഞ്ചിൻ നിർത്തിയപ്പോൾ അതെന്തിനാണെന്ന് ശൗരി നോക്കി. വള്ളക്കാർ വല വലിക്കാൻ ഒരുങ്ങുകയാണ്. വല നീട്ടിക്കൊട്, ജർമ്മച്ചായൻ കൂട്ടുപണിക്കാരോട് പറയുന്നു. വള്ളപ്പണിക്കാർ എന്തോ ഒന്ന് കടലിലേക്ക് എടുത്തിടുന്നത് ശൗരിക്കുട്ടി കണ്ടു. ഒരു വെളുത്ത ചാക്കുകെട്ടിനു മീതെ കുറ്റിയടിച്ച് നിർത്തിയതുപോലെയാണ് ശൗരിക്ക് തോന്നിയത്. വള്ളക്കാർ വല നീട്ടിത്തുടങ്ങി. ശൗരിക്കുട്ടി സകൗതുകം കണ്ടുകൊണ്ടിരുന്നു. വള്ളം വീണ്ടും മെല്ലെ ഓടിത്തുടങ്ങി. അത് നീങ്ങുന്നതിനിടയിൽ വലക്കള്ളിയിൽ നിന്ന് 3 പേർ നിന്ന് വലയഴിച്ച് കടലിലേക്കിടുകയാണ്. കടലിലിടുന്ന വല താണു പോകുന്നു. ശൗരിക്കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. കടലിൽ വല കൊണ്ടുകളയാൻ വന്നതാണോ ഇവരെല്ലാം കൂടി? അവൻ ജർമ്മിച്ചായനെ തോണ്ടിയിട്ട് പറഞ്ഞു. പോയി, വല പോയി. അവൻ്റെ പരിഭ്രമം കണ്ട് വള്ളക്കാരെല്ലാം ചിരിച്ചു. എടാ ശൗരിക്കുട്ടി, അതൊക്കെ തിരിച്ചു വരും. കടലിലേക്ക് താണുപോയ വല തിരിച്ചു വരുമെന്നോ? അവൻ വല്ലായ്മയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ വലക്കള്ളി ഒഴിഞ്ഞു. അവിടെ വള്ളപ്പടിക്ക് താഴെ ചുറ്റിക്കെട്ടിയ ഒരു പ്ലാസ്റ്റിക് കയർ മാത്രമുണ്ട്. ബാക്കിയെല്ലാം കടലിൽ താണുപോയി. വള്ളപ്പണിക്കാർ കൂസിലൊന്നുമില്ലാതെ ഇരുന്ന് വർത്തമാനം പറയുന്നു. ബീഡി വലിക്കുന്നു. വള്ളം നിർത്തിയിട്ടിരിക്കുന്നു. അത് വെറുതെ വെള്ളത്തിൽ കിടന്ന് ഇളകുന്നു. ചുറ്റും നീലക്കടൽ മാത്രം. ഇടയ്ക്കിടെ ദൂരെ കൂടി ബോട്ടുകളും വള്ളങ്ങളും നീങ്ങുന്നു. വള്ളത്തിലെ കന്നാസിൽ നിന്ന് ഒരാൾ ഒരു അലുമിനിയ കലത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. മറ്റൊരാൾ സ്റ്റൗ കത്തിച്ചു വയ്ക്കുന്നു. അതിലേക്ക് ഒരാൾ അരി കഴുകിയിടുന്നു. ശൗരിക്ക് മനസ്സിലായി, വള്ളത്തിൽ ചോറ് വയ്ക്കുകയാണ്. ഇനി വല പിടിക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു വല നീട്ടിയിട്ട് ജർമ്മിച്ചായൻ പറഞ്ഞു. പ്ലാസ്റ്റിക് കയറിനറ്റത്ത് പിടിച്ച് ഒരാൾ വലിക്കുകയാണ്.
കടലിൽ നിന്ന് പ്ലാസ്റ്റിക് കയർ തിരിച്ചു വരുന്നു. കുറേ കയർ വലിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് വല പൊന്തിത്തുടങ്ങി. 2 പേർ ചേർന്ന് നിന്ന് വലയുടെ 2 അരികും പിടിച്ചു വലിച്ച് വലക്കള്ളിയിലേക്ക് കയറ്റുന്നു. മീനുണ്ടോ ശാമുവലെ? മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ടിരുന്നവൻ വിളിച്ചു പറഞ്ഞു. ഇഞ്ചൻ ഷാർട്ട് ചെയ്തോടാ. വള്ളത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടായി. വള്ളം പതിയെ വല നീട്ടിയിട്ട ദിക്കിലേക്ക് തന്നെ നീങ്ങി. അതിനൊപ്പിച്ച് വള്ളപ്പണിക്കാർ വല വലിച്ചുകൊണ്ടിരുന്നു. ജർമ്മിച്ചായനും മകൻ ടോണിക്കുട്ടനും കൂടി വലയിൽ ഉടക്കിക്കിടക്കുന്ന മീൻ പെറുക്കി കള്ളിയിലേക്ക് എറിയുന്നു. കള്ളിയിൽ തളം കെട്ടിയ വെള്ളത്തിൽ കിടന്ന് മീനുകൾ പിടയ്ക്കുന്നു. അയലയാ അയല. ഓരോ വലക്കണ്ണിയിലും ഓരോ മീൻ കുരുങ്ങിയ പോലെ. അത്രയധികം മീനുകൾ. മീൻ പെറുക്കാൻ ഒരാൾ കൂടി വേണമായിരുന്നു. ശൗരിക്കുട്ടിക്കു കൂടി ചെന്ന് മീൻ പെറുക്കണമായിരുന്നു. ഞാനും വരട്ടെ? അവൻ ചോദിച്ചപ്പോൾ ജർമ്മിച്ചായൻ വിലക്കി. നിന്റെ കൈ മുറിയും. വേണ്ട. അയലയുടെ കൂടെ പാരയും പരവയും കണമ്പും വലിയ മത്തിയും ഇടയ്ക്കിടെ ഉടക്കി കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേടാ, കുരുത്തമൊത്തവനായവൻ. ശൗരിക്കുട്ടിയെ നോക്കി ജർമ്മിച്ചായൻ പറഞ്ഞു. ശാമുവേൽ പിടയ്ക്കുന്ന മീനുകളിൽ നിന്ന് കുറേ എണ്ണത്തിനെ പെറുക്കി ചരുവത്തിലിട്ട് വെട്ടി ചെതുമ്പലും വാലും തലയും കളഞ്ഞ് മുറിച്ച് കറിപ്പാത്രത്തിലിട്ട് ഉപ്പും പുളിയും മുളകുപൊടിയും ചേർത്ത് പുരട്ടിവെച്ചു. ചോറ് വെന്തപ്പോൾ അടച്ചു വാർത്ത ശേഷം കറിച്ചട്ടി സ്റ്റൗവിന് മീതെ വെച്ചു. എത്രയധികം വലിച്ചു പൊന്തിച്ചിട്ടും വല കടലിൽ ഇനിയും ബാക്കിയാണ്. അതായിരുന്നു ശൗരിക്കുട്ടിക്ക് അത്ഭുതം. ഒരു മീൻകള്ളി നിറയാറായി. ഒടുവിൽ വലയുടെ മറ്റേ അറ്റവും കണ്ടു. ഇനി അങ്ങോട്ട് പ്ലാസ്റ്റിക് കയർ മാത്രമേയുള്ളൂ. അതും വലക്കാർ വലിച്ചു കയറ്റി. ആദ്യം കടലിലെടുത്തിട്ട വെളുത്ത ചാക്കുകെട്ടിന്മേൽ നാട്ടിയ കുറ്റിയും കയറിനറ്റവും ശൗരിക്കുട്ടി കണ്ടു. അതും പണിക്കാർ പൊക്കിയെടുത്ത് വള്ളത്തിലിട്ടു. ഇനി വള്ളം മറ്റൊരിടത്തേക്ക് നീങ്ങുകയാണ്. എഞ്ചിൻ്റെ ഇരുമ്പൽ വർദ്ധിച്ചു. വള്ളത്തിൻ്റെ വേഗം കൂടി. കുറേ ദൂരം പോയ ശേഷം വേഗത കുറഞ്ഞു. വെള്ള ചാക്കുകെട്ട് കുറ്റിയോടുകൂടി വള്ളപ്പണിക്കാർ എടുത്ത് കടലിലിട്ടു. വീണ്ടും വല നീട്ടാൻ തുടങ്ങി. വെയിലുകൊണ്ടും ദാഹം കൊണ്ടും ശൗരിക്കുട്ടി വാടി തുടങ്ങിയിരുന്നു. അവന് ചോറ് കൊടുക്ക് ശാമുവേലെ. അത് കൊച്ചല്ലേ? ശാമുവേൽ ഒരു പാത്രത്തിൽ ചോറ് വിളമ്പി. തിളയ്ക്കുന്ന മീൻകറി വിളമ്പി. ശൗരിക്കുട്ടിക്ക് വെള്ളം വേണമായിരുന്നു. അതും ശാമുവേൽ ഒരു ഗ്ലാസ്സിൽ എടുത്തു കൊടുത്തു. ശൗരിക്കുട്ടി വയറ് നിറച്ചു ഉണ്ടു. മതിയാവോളം മീൻകറി കൂട്ടി. ഇത്ര നല്ല മീൻകറി നിനക്ക് നിന്റെ അമ്മ വെച്ചു തന്നിട്ടുണ്ടോടാ എന്ന് ജർമ്മിച്ചായൻ ചോദിച്ചപ്പോൾ അവൻ ഹൃദ്യമായി ചിരിച്ചു. കടലിൻ്റെ നടുവിലിരുന്ന് കഴിച്ച ആ ചോറിൻ്റെയും മീൻകറിയുടെയും രുചി അവൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല. രണ്ടാമതും വല നീട്ടിയ ശേഷം വള്ളപ്പണിക്കാർ ഇരുന്ന് ചോറുണ്ടു. ഊണും വിശ്രമവും കഴിഞ്ഞ് വല വലിച്ചു കയറ്റി. അപ്പോഴും വല നിറയെ മീനുണ്ടായിരുന്നു. മടക്കയാത്രയിൽ ശൗരിക്കുട്ടി വലക്കള്ളിയിൽ വലക്കൂമ്പാരത്തിന് മീതെ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടന്ന് മയങ്ങിപ്പോയി. അവൻ ഉണരുമ്പോൾ വള്ളം കരയ്ക്കടുത്ത് എത്തിയിരുന്നു. ചെല്ലിക്കടപ്പുറവും വള്ളങ്ങളും ഷെഡുകളും തൻ്റെ അമ്മയുടെ കടയും അവൻ വള്ളത്തിലിരുന്നു കൊണ്ട് തന്നെ കണ്ടു. വള്ളം കരയ്ക്കടുത്തപ്പോഴേക്കും കോരുകാർ എത്തി. അയല അയല. കോരുകാരിലൊരാൾ കരയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വള്ളത്തിലുള്ളവർ കരയ്ക്കിറങ്ങി. ജർമ്മിച്ചായൻ ശൗരിക്കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കരയ്ക്കിറക്കി വെച്ചു. ശൗരിക്കുട്ടി കടയിലേക്ക് ഓടിപ്പോയി. ചെന്നപാടെ അവൻ എമിലിയെ കെട്ടിപ്പിടിച്ചു. അമ്മ, ഞാനെല്ലാം കണ്ട്. ഒത്തി മീൻ പിടിച്ച്. നിനക്ക് വിശക്കുന്നില്ലേടാ? എമിലി അവൻ്റെ മുഖത്തും മുടിയിലും തലയോടി. ഞാൻ കടലിൽ നിന്ന് ചോറുണ്ട്, മീനും കൂട്ടി. ആഹാ, നിനക്ക് സന്തോഷമായോടാ ശൗരിക്കുട്ടി? കുഞ്ഞണ്ണൻ ചോദിച്ചു. ആ, സന്തോഷമായി. അവൻ മറുപടിയും പറഞ്ഞു. ഇത്രയും കൊച്ചിലെ കടലിൽ പോയ ഒരാൾ പോലും ഈ കടപ്പുറത്ത് കാണത്തില്ല. കുഞ്ഞണ്ണൻ അഭിപ്രായപ്പെട്ടു. ഒരു കടപ്പുറത്തും കാണത്തില്ല. എമിലി അതിനോട് കൂട്ടിച്ചേർത്ത് വെച്ചു. എന്നാലും അവൻ്റെ ഒരു ധൈര്യം. കുഞ്ഞൻ്റെ മൂക്കത്ത് വിരൽ വെച്ചു. കാലത്തു മുതൽ വൈകുന്നേരം വരെ കടലിൽ പോയേച്ചും വന്നേക്കണ്. എന്നിട്ടൊരു കൂസലുണ്ടോന്ന് നോക്കി എമിലി. ഒരു വലിയ കപ്പലോട്ടം നടത്തി ജയിച്ചു വന്ന കപ്പിത്താനെ പോലെ ശൗരിക്കുട്ടി കടപ്പുറത്ത് തലങ്ങും വിലങ്ങും നടന്നു. ഇപ്പോൾ അവന് കരയെ മാത്രമല്ല കടലിനെയും അറിയാം. രണ്ടും അവൻ്റെ രാജ്യമാണ്. സന്ധ്യയ്ക്ക് തൊട്ടു മുൻപ് ജർമ്മിച്ചായൻ എമിലിയുടെ കടയിലേക്ക് ഒരു സഞ്ചിയും തൂക്കിപ്പിടിച്ച് കയറി വന്നു. അവനെക്കൊണ്ട് വല്ല ശല്യം ഉണ്ടായോ ജർമ്മിച്ചായ? അവൻ ഛർദ്ദിച്ചോ? എമിലി സങ്കോചത്തോടെ തിരക്കി. ഒരു ശല്യവും ഉണ്ടായില്ല അവനെക്കൊണ്ട്. അവൻ അസൽ മുക്കുവനല്ലേ. അവൻ കടലിൽ നിന്ന് പാരും. എമിലി നോക്കിക്കോ. കരയ്ക്കുള്ള മണ്ണല്ലേ എല്ലാവരും നുള്ളിക്കീറി പങ്കിട്ട് വേലിയും മതിലും കെട്ടിവെച്ചിട്ടുള്ളത്. കടല് ആരുടെയും തറവാട്ട് സ്വത്തല്ല. എല്ലാവർക്കും സ്വന്തമാ കടല്. ശൗരിക്കുട്ടി വാരിക്കൊണ്ടു വരും എമിലി, മുത്തും പൊന്നും. ജർമ്മിച്ചായൻ്റെ നാക്ക് പൊന്നാവട്ടെ, എമിലി സന്തോഷത്തോടെ പറഞ്ഞു. അവൻ വളർന്നു വന്നോട്ട്. നിന്റെ വിഷമങ്ങളൊക്കെ തീരും. അനന്തരം ജർമ്മിച്ചായൻ 400 രൂപയെടുത്ത് എമിലിയെ ഏൽപ്പിച്ചു. ഇതെന്താണിത്? എമിലി കണ്ണുമിഴിച്ചു. ശൗരിക്കുട്ടിയുടെ പങ്ക്. ശൗരിക്കുട്ടിയുടെ പങ്കോ? ജർമ്മിച്ചായൻ കളിയാക്കുക. അവനെ കൂടെ കടലിൽ കൊണ്ടുപോയതിന് ഞാൻ അങ്ങോട്ടല്ലേ എന്തെങ്കിലും തരേണ്ടത്? എടി പെണ്ണേ,
കടലിപ്പണിക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു ന്യായമുണ്ട്. വള്ളത്തിൽ എത്ര പേരുണ്ടോ അത്ര പേർക്കും പങ്കാ. അവർ പണിയെടുത്തോ ചുമ്മാതെ ഇരുന്നോ വലുതോ ചെറുതോ ഒന്നും നോക്കിയിട്ടല്ല. അത് വെച്ചോ അവൻ്റെ കൈനീട്ടമാണെന്ന് കരുതിയാൽ മതി. എമിലിയുടെ കണ്ണ് നിറഞ്ഞുപോയി. 3.5 വയസ്സുള്ള തൻ്റെ മകൻ കടലിൽ പോയി പണിയെടുത്ത ശമ്പളം അവനുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വള്ളം നിറച്ച് മീൻ കിട്ടി. ഒരു സഞ്ചി നിറയെ മീനും ജർമ്മിച്ചായൻ എമിലിക്ക് കൊടുത്തു. ഇത് കറിക്കുള്ള മീനാണ് ട്ടോ. ഏതാണ്ട് 3-4 കിലോയോളം അയല. ഇതും അവൻ്റെ പങ്ക. അതും പറഞ്ഞ് ജർമ്മിച്ചായൻ ഒരു ചായ കുടിക്കാൻ പോലും നിൽക്കാതെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി ഉറങ്ങാൻ പായ വിരിച്ചു കിടക്കുമ്പോൾ ശൗരിക്കുട്ടി ജാനറ്റിനോടും ഡെന്നിച്ചനോടും കടലിൽ പോയ കഥ വിസ്തരിച്ചു പറഞ്ഞു. അവൻ്റെ കൊച്ചു കണ്ണുകളിൽ കണ്ട കടലിൻ്റെ വലുപ്പവും ഭംഗിയും, അവൻ്റെ കാഴ്ചയിലൂടെ കടന്നുപോയ വള്ളങ്ങളും ബോട്ടുകളും, അവരെല്ലാം കൂടിച്ചേർന്ന് വല വീശിപ്പിടിച്ച മീനുകളും. ഡെന്നിച്ചനും ജാനറ്റും മൂളി കേട്ടു. കൂടെ കൂടെ സംശയങ്ങൾ ചോദിച്ചു. ശൗരിക്കുട്ടിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. പറയാൻ വേണ്ടത്ര വാക്കുകൾ കിട്ടുന്നുമില്ല. അവൻ്റെ പദാവലിയിൽ വളരെ കുറച്ച് വാക്കുകളേയുള്ളൂ. കൈകൾ വിടർത്തിയും കണ്ണുകൾ പെരുപ്പിച്ചും വായ വികസിപ്പിച്ചുമാണ് അവൻ വാക്കുകളുടെ ദാരിദ്ര്യത്തെ മറികടക്കുന്നത്. കൈ രണ്ടും വിടർത്തി കണ്ണുകൾ ഉരുട്ടി വായ ആകാവുന്നത്ര തുറന്ന് അവൻ ഇത്രയും വലിയ മീൻ എന്ന് പറയുമ്പോൾ ജാനറ്റും ഡെന്നിച്ചനും അർത്തുങ്കൽ പള്ളിയുടെ വലുപ്പത്തിൽ ആ മീനിനെ കാണുന്നുണ്ട്. കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ വിൻസിക്ക് ദേഷ്യം വന്നു. ഒന്ന് നിർത്തണുണ്ടോ? കുറേ നേരമായല്ലോ. ഇവിടെ മനുഷ്യർക്ക് കിടന്നുറങ്ങണ്ടേ? പൊടുന്നനെ എല്ലാ ശബ്ദങ്ങളും നിലച്ചു. ശ്വാസം പോലുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ എമിലി ശൗരിക്കുട്ടിയെ വിളിച്ചു. മോനെ ശൗരി, നീ കടലിൽ പോയത് പറഞ്ഞേ കേക്കട്ടെ. അമ്മോട്ട് നീ പറഞ്ഞില്ലല്ലോ. ശൗരി മിണ്ടുന്നില്ല. അവന് വിൻസിയെ പേടിയാണ്. എൻ്റെ മോൻ പറഞ്ഞോടാ, ഇവിടെ ആരും ഒന്നും പറയത്തില്ല. എമിലി അവനെ ധൈര്യപ്പെടുത്തി. എന്നിട്ടും അവൻ ശബ്ദിച്ചില്ല. എമിലി എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി. അതുമായി കുട്ടികൾ കിടക്കുന്നിടത്തേക്ക് ചെന്നു. മക്കൾ പറ, ജർമ്മിച്ചായൻ എൻ്റെ മോനെ എടുത്ത് വെള്ളത്തിലോട്ട് കയറ്റി. എന്നിട്ട് ഇതിനിടയ്ക്ക് കുഞ്ഞന്ന വിൻസിയെ തോണ്ടി. വഴക്കിന് പോകണ്ട എന്നാണ് അതിനർത്ഥം. വിൻസിക്ക് ശൗരിക്കുട്ടിയെ കൺമുൻപിൽ കണ്ടുകൂടാ. അവൾക്ക് അവനോടുള്ള മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ശൗരിക്കുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവൾ കണ്ണുരുട്ടിയും വായു വക്രിച്ചും കൈകൾ കൊണ്ട് മാന്താൻ ഭാവിച്ചും ഭയപ്പെടുത്തും. അവൻ്റെ അരികത്തുകൂടി കടന്നു പോകുമ്പോൾ അറിയാതെ എന്നോണം കാലിൽ ചവിട്ടും. അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുവന്നാൽ ഉടൻ കഴുത്തിലും കവിളത്തും പിച്ചും ചെവി പിടിച്ചു തിരുമ്മും. ശൗരിക്കുട്ടി അങ്ങനെ പെട്ടെന്നൊന്നും കരയാറില്ല. ചെറിയ വേദനകളൊക്കെ സഹിക്കും. എല്ലായ്പ്പോഴും എമിലിയുടെ അടുത്ത് പരാതി പറയാറുമില്ല. അവൻ കരഞ്ഞു പോയാൽ ആ പ്രദേശം മുഴുവൻ അറിയും. അത്ര അലറിക്കരയും. ശൗരിക്കുട്ടി കരയുന്നത് വല്ലാതെ വേദനിച്ചിട്ടാണെന്ന് എമിലിക്ക് അറിയാം. ആൻറ്റി അവൻ്റെ കാലിൽ ചവിട്ടി, കൈമുട്ട് വെച്ച് ഇടിച്ചു, തള്ളിയിട്ടു എന്നെല്ലാം പരാതി പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എമിലിക്കറിയാം. പക്ഷേ വിൻസി കുറ്റം സമ്മതിച്ചു കൊടുക്കുകയില്ല. അറിയാതെ ചവിട്ടിയതാണ്, അറിയാതെ കൊണ്ടതാണ്, തിണ്ണ വിളമ്പത്തോടെ നടന്നപ്പോൾ കാലിടറിപ്പോയതാണ് എന്നെല്ലാം കണ്ണു മടച്ചങ്ങ് തർക്കിക്കും. ഒരു ദിവസം ശൗരി ഡെന്നിച്ചൻ്റെ പിന്നാലെ തിണ്ണയിലൂടെ ഓടുമ്പോൾ എണ്ണ പുരട്ടി മുടി ചീയിക്കൊണ്ട് വാതിൽപ്പടിയിലിരുന്ന വിൻസി ഡെന്നിച്ചൻ കടന്നുപോയ ഉടനെ കാൽ നീട്ടിവെച്ചു കൊടുത്തു. ശൗരിക്കുട്ടി മുഖമടിച്ചു വീണു. അവൻ്റെ ചുണ്ടും മോണയും മുറിഞ്ഞു. മൂക്കിലൂടെയും ചോര വാർന്നു. ശൗരിക്കുട്ടിയുടെ 8 ദിക്കും പൊട്ടുമാറുള്ള അലറിക്കരച്ചിൽ കേട്ട് എമിലി വന്നു നോക്കുമ്പോൾ വായിലും മൂക്കിലും താടിയിലും ചോരയൊലിപ്പിച്ച് നിൽക്കുകയാണ് ശൗരി. ഇതെന്തു പറ്റി എൻ്റെ കൊച്ചിന് പുണ്യാളച്ച? എമിലി വന്ന് ശൗരിക്കുട്ടിയെ വാരിയെടുത്തു. അവൻ്റെ ചുണ്ടും വായും പല്ലും പരിശോധിച്ചു. ബക്കറ്റിൽ വെള്ളമെടുത്ത് തുടരെ അവൻ്റെ മുഖം കഴുകി. വായിൽ വെള്ളമൊഴിച്ച് കുലുക്കുഴിഞ്ഞു. തുപ്പാൻ പറഞ്ഞു. പരിശോധനയിൽ ശൗരിക്കുട്ടിയുടെ ചുണ്ടു മുറിഞ്ഞതും മുൻപല്ല് ഇളകിയതും വിൻസി കാലുവെച്ച് ചവിട്ടിയിട്ടാണെന്ന് ശൗരിക്കുട്ടി പറഞ്ഞത്. നീ എന്ത് ചെയ്തടി എൻ്റെ കൊച്ചിനോട്? എമിലി വിൻസിയോട് ചീറി. ഞാനൊന്നും ചെയ്തില്ല. ഈ വാതിൽപ്പടിയൽ മുടി ചീകിക്കൊണ്ട് ഇരുന്നതേയുള്ളൂ. പിന്നെ കൊച്ചു പറഞ്ഞല്ലോ ചവിട്ടിയെന്ന്. ചുമ്മാ പറയണതാ. ദേ ജാനറ്റിനോട് ചോദിച്ചു നോക്ക്. അവളെല്ലാം കണ്ടോണ്ട് മുറ്റത്ത് നിപ്പുണ്ടായിരുന്നല്ലോ. എമിലി ജാനറ്റിനോട് പറഞ്ഞു. വിൻസി ആൻറ്റി കാല് നീട്ടിവെച്ചപ്പം അതേ തട്ടിയതാ. ജാനറ്റ് പറഞ്ഞു. നീ കാല് മനഃപൂർവ്വം നീട്ടിവെച്ചതല്ലേടി? ഇരുന്ന് കാല് മരവെച്ചപ്പോൾ ഞാനൊന്ന് നീട്ടിവെച്ചു. ശൗരി വന്ന് കയറുമെന്ന് ആരറിഞ്ഞ്? ദേ വിൻസി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ഞാനെല്ലാം ക്ഷമിച്ചു. എൻ്റെ കൊച്ചിന് തിരിച്ചറിവായി. ഇനി അവനെ നീ വല്ലോം ചെയ്താ ഉണ്ടല്ലോ, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. വിൻസി കുപിതയായി ചാടി എണീറ്റു. ഈ വീട്ടിലെനിക്ക് കാല് നീട്ടിവെക്കാൻ പറ്റത്തില്ലേ? അവൾ ചീറി. നീ കാല് നീട്ടിവെച്ചോ, ഞാനൊരു കൈയും നീട്ടിവെക്കും നിന്റെ ചേട്ടത്തോട്ട്. എമിലി, ഇത്രയൊക്കെ പറയണോ?
അവൾ അറിയാണ്ട് കാല് നീട്ടിയപ്പോൾ അവൻ അതിൽ തട്ടി വീണതായിരിക്കും. വെറുതെ അയലത്തുകാരെ കേൾപ്പിക്കണ്ട. അല്ലമ്മേ, പറയണ കേട്ടില്ലേ, എൻ്റെ ചേട്ടത്തടിക്കുമെന്ന്. വിൻസി വിറഞ്ഞുകൊണ്ട് ചീറി. ഞാൻ മനഃപൂർവ്വം കാല് നീട്ടിവെച്ചതാ. ആരാ ചേട്ടത്തടിക്കണമെന്ന് കാണട്ടെ. ഇനിയും കാല് നീട്ടിവെക്കും. തന്തയില്ലാത്തൊരു ജന്തുവിനെ ഇവിടെ വളർത്തുന്നതും പോരാഞ്ഞ്. വിൻസി പറഞ്ഞു തീർന്നില്ല. നൊടിയിടയിൽ എമിലി ശൗര്യയെ എളിയിൽ നിന്ന് താഴെ ഇറക്കി കുതിച്ചു ചെന്നു. വിൻസിയുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റയടി. വിൻസി അന്തിച്ചുപോയി. ഒന്നൂടെ പറയടി, നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒന്നൂടെ പറയടി. എൻ്റെ മോനെ എന്താ നീ വിളിച്ചേ? വിൻസി ഭയചകിതയായി. എമിലിയുടെ ഓങ്ങിയ കൈയിലേക്കും കത്തുന്ന കണ്ണുകളിലേക്കും നോക്കി. സംഹാരരുദ്രിയായി നിൽക്കുകയാണ് എമിലി. പകച്ചുപോയ കുഞ്ഞന്ന രണ്ടുപേരുടെയും ഇടയിൽ കയറി. നീ എന്തിനാണടി ഇവളെ തല്ലിയത്? എന്തിനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എല്ലാം ഞാൻ സഹിക്കും. എൻ്റെ കൊച്ചിനെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചാവുണ്ടല്ലോ. ഇപ്പോൾ എമിലിയോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെയാകുമെന്ന് കുഞ്ഞന്നയ്ക്ക് മനസ്സിലായി. ഇവക്കും കൂടെ ചെലവിന് കൊടുക്കാൻ വേണ്ടിയാ സൈമൺ മുതലാളിൻ്റെ മീൻ കൂടത്തിൽ ഞാനന്ന് മീൻ പരത്താൻ പോയത്. ഇപ്പോഴും ഇവൾ ഉണ്ണുന്ന ചോറിന് എൻ്റെ വേർപ്പിൻ്റെ മണമുണ്ട്. എന്നിട്ടെൻ്റെ കൊച്ചിനെ തന്തയില്ലാത്തവനെന്ന് ഇവിടെ നാക്ക് അരിഞ്ഞു കളയണ്ടേ? എമിലി, നീ മിണ്ടാണ്ട് പോ. അയലന്തരത്തുകാര് നോക്കണ, കുഞ്ഞെന്നെ ശാസിച്ചു. എമിലി ശൗരിക്കുട്ടിയെയും കൊണ്ട് പിന്നാമ്പുറത്തേക്ക് പോയി. വിൻസിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ചാണ് വേറൊരു വീട്ടിൽ നിന്ന് വന്നു കയറിയ ഒരുത്തി അവളുടെ ചേട്ടത്തടിച്ചത്. അമ്മ അവളുടെ ഒപ്പം നിന്ന് എമിലിക്കെതിരെ പൊരുതുമെന്ന് അവൾ കരുതി. നിനക്കിത് കിട്ടണമായിരുന്നു. കുഞ്ഞെന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മകളോട് പറഞ്ഞു. വായി കിടക്കണ നാക്ക് നല്ലത് പറയാനുള്ളതാ, അതാദ്യം മനസ്സിലാക്ക്. അവളാരാ എന്നെ തല്ലാൻ? ഇതെൻ്റെയും കൂടി വീടല്ലേ? എൻ്റെ ആഞ്ചലോ ചായൻ പണിത വീടല്ലേ? എനിക്കിവിടെ കാല് നീട്ടിവെക്കാൻ അവകാശമില്ലേ? അവകാശമുണ്ടടി. പക്ഷേങ്കി മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ടല്ല കാല് നീട്ടിവെക്കേണ്ടത്. നീ കുറച്ചു വല്ലതുമാണോടി ആ കൊച്ചിനെ ദ്രോഹിച്ചിട്ടുള്ളത്? അവൾ എന്തെല്ലാം സഹിച്ച് ഇപ്പോൾ തൃപ്തിയായല്ല. കുഞ്ഞന്ന അതും പറഞ്ഞ് കടപ്പുറത്തേക്ക് പോയി. അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. തനിക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒന്നുമില്ലെന്ന് അവർക്ക് തോന്നി. എല്ലാ കാലത്തും ദുരിതങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടൂർ കടപ്പുറത്തെ തരകന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. അപ്പൻ അന്തം വിട്ട കുടികാരനായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്ന വീടും പുരയിടവുമെല്ലാം കുഞ്ഞന്നയ്ക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപേ വിറ്റുതുലച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ കരുതി ഭർത്താവിനൊപ്പം ജീവിതത്തിൻ്റെ സുവർണകാലം വരുമെന്ന്. ഓർക്കാപ്പുറത്ത് വിധവയാകാനായിരുന്നു ദുര്യോഗം. ആഞ്ചലോസ് കാര്യപ്രാപ്തിയായതോടെ കുടുംബം നോക്കിത്തുടങ്ങിയപ്പോൾ ഇനിയെങ്കിലും നല്ല കാലം വരുമെന്ന് പ്രത്യാശിച്ചു. പക്ഷേ പുത്രവിയോഗമെന്ന ദുർവിധിയാണ് കാത്തിരുന്നത്. ഇനി എന്നു വരാൻ ഒരു പുണ്യകാലം? ബാല്യവും കൗമാരവും യൗവനവും സഹനത്യാഗങ്ങളുടെ തീച്ചുളയിൽ നീറിപ്പോയിട്ട് ഒരു വാർദ്ധക്യത്തിൽ ഇനി എന്തിന് ഒരു നല്ല കാലം? ഇനി വേണ്ടത് നല്ലൊരു ശവപ്പെട്ടിയാണ്. മിണ്ടാപ്രാണിയുടെ കണ്ണിൽ നിന്നെന്ന പോലെ കുഞ്ഞന്നയുടെ കണ്ണിൽ നിന്ന് ഒരു നീർച്ചാൽ മടിച്ച് ഒലിച്ചിറങ്ങി ചുക്കിച്ചുളിഞ്ഞ കവിളത്ത് അലിഞ്ഞു തീർന്നു. കടപ്പുറത്ത് തിക്കും തിരക്കും ബഹളവും. മീൻ വണ്ടികൾ വരുന്നു, ഐസ് വണ്ടികൾ വരുന്നു. കടപ്പുറത്ത് ഡസൻ കണക്കിന് കുട്ടകളിൽ നിറച്ചുവെച്ച മീനിന് തരകൻ്റെ ആളുകൾ ലേലം വിളിക്കുന്നു. ചില വണ്ടികൾ മീൻ കയറ്റിപ്പോകുന്നു. കടലിൽ നിന്ന് വള്ളങ്ങൾ മീനുമായി പാഞ്ഞെത്തുന്നു. കടപ്പുറത്തു നിന്ന് നേരിട്ട് വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും മീൻ വാങ്ങാനെത്തിയവർ വില പേശുന്നു. ആകെക്കൂടി ബഹളമയമാണ് കടപ്പുറം. സൈമൺ തരകൻ്റെ കാർ കടപ്പുറം റോഡിലൂടെ ഒഴുകി വന്നു. തെങ്ങിൻ തണലിൽ നിന്നു. സൈമൺ തരകനെ കൂടാതെ എൽസമ്മയും ഡാൻഡസും കൂടി കാറിൽ നിന്നിറങ്ങി. സൈമൺ തരകൻ മീൻലേലം നടക്കുന്നിടത്തേക്ക് നീങ്ങി. ആളുകൾ ഭവ്യതയോടെ അയാൾക്ക് വഴിമാറിക്കൊടുത്തു. എൽസമ്മയും ഡാൻഡസും കാറിനരികെ തന്നെ നിന്നു. വീർപ്പിച്ച ബലൂൺ നൂലിൽ കെട്ടി പട്ടം പോലെ പറപ്പിച്ച് കടപ്പുറത്തുകൂടി ഓടിക്കളിക്കുകയായിരുന്നു ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും. കാറിനരികത്തുകൂടി ഓടുമ്പോൾ ശൗരിക്കുട്ടിയുടെ ബലൂൺ സൈമൺ തരകൻ്റെ കാറിന് മുകളിൽ ഉയർന്നു നിന്ന ആൻറ്റീന കേബിളിൽ കുരുങ്ങി. നൂൽ അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ശൗരിക്കുട്ടി ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ല. എൽസമ്മയും ഡാൻഡസും കാറിൻ്റെ പിൻഭാഗത്ത് കടപ്പുറത്തെ ബഹളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ശൗരിക്കുട്ടി കാറിൻ്റെ ബോണറ്റിലൂടെ പിടിച്ചു കയറി. ബോണറ്റിന് നല്ല ചൂട്. അവൻ ആൻറ്റിനയിൽ കുരുങ്ങിയ നൂൽ വിടർത്തിയെടുക്കാൻ കുറേ പാടുപെട്ടു. തലയ്ക്ക് ഒരടി കിട്ടിയപ്പോൾ അവൻ ഞെട്ടി തല തിരിച്ചു. പുറകിൽ ആജാനുബാഹുവായ ഒരാൾ കയ്യോങ്ങി നിൽക്കുന്നു. അടുത്ത അടി അവൻ്റെ മുഖത്തായിരുന്നു. അധ്യായം 13. ശൗരിക്കുട്ടി കാറിൻ്റെ ബോണറ്റിന് മുകളിൽ നിന്ന് താഴെ വീണുപോയി. വീണത് എവിടെയാണെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ അവന് മനസ്സിലായില്ല. അടി കിട്ടിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണും ചെവിയും അടഞ്ഞു പോയിരുന്നു.
നിലത്തു വീണ ശൗരിയെ സൈമൺ തരകൻ അവൻ്റെ മഞ്ഞ ബനിയനിൽ കുത്തിപ്പിടിച്ച് മേലോട്ട് പൊക്കിക്കൊണ്ട് അമറി. കാറിൻ്റെ മേലെ കയറി കളിക്കുന്നോടാ നായിൻ്റെ മോനെ. സൈമൺ തരകന് അവൻ്റെ തലയടിച്ച് തകർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇടതു കൈയിൽ സാമാന്യം വലിയ ഒരു അറയ്ക്ക തൂക്കിപ്പിടിച്ചിരുന്നു. കാറിൻ്റെ ഡിക്കി തുറന്ന് അതിനകത്തുള്ള ബക്കറ്റിലേക്ക് അതിനെ വെക്കാൻ വരുമ്പോഴാണ് സൈമൺ തരകൻ ആ കാഴ്ച കണ്ടത്. ഒരു ചെക്കൻ കാറിൻ്റെ ബോണറ്റിന് മീതെ കയറി നിന്ന് ആൻറ്റിനയിൽ കുരുങ്ങിയ ബലൂൺ പിടിക്കാൻ ശ്രമിക്കുന്നു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ കാറിന് മീതെ കടപ്പുറത്തെ ഏതോ ഒരു നികൃഷ്ട ജീവി. കടപ്പുറത്തുള്ള മിക്കവരും സൈമൺ തരകനെയും വെളുത്ത് മദാമയെപ്പോലെ ഇരിക്കുന്ന എൽസമ്മയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ദൃശ്യം അവരുടെ കണ്ണിൽപ്പെട്ടത്. ഒരു നായ്ക്കുട്ടിയെ എന്ന പോലെ ശൗരിയെ തൂക്കിയെടുത്ത് ആക്രോശിക്കുകയാണ് സൈമൺ തരകൻ. ഇതാരുടെ സന്തതിയാണ്ട ഈ പട്ടിയുടെ മോൻ? പെട്ടെന്ന് ആളുകൾ ചുറ്റും കൂടി. എല്ലാവരും സ്തബ്ധരായി നിൽക്കുകയാണ്. ആരുടെ മകനാണെന്നാ ചോദിച്ചേ? ഇവന് തന്തേം തള്ളയില്ലേ? ശൗരിക്കുട്ടിയെ എല്ലാവർക്കും അറിയാം. അവൻ ആരുടെ മകനാണെന്നും എങ്ങനെ ജനിച്ചതാണെന്നും. പക്ഷേ അത് സൈമൺ തരകനോട് പറയാനുള്ള ധൈര്യമില്ല. ഇതിനിടയിൽ ഡെന്നിച്ചൻ ചായക്കടയിൽ ഓടിയെത്തിയിരുന്നു. അവൻ പേടിച്ചിരണ്ട് എമിലിയെ ചെന്ന് വിളിച്ചിട്ട് കടപ്പുറത്തേക്ക് കൈ ചൂണ്ടി. വായുവിൽ ഒരു മഞ്ഞ നിറം കണ്ടതും എമിലി ഒറ്റ കുതിപ്പിന് കാറിനടുത്തെത്തി. ഈ ജന്തുവിൻ്റെ തന്തേം തള്ളയും ഇവിടെങ്ങും ഇല്ലേടാ. സൈമൺ തരകൻ ഒരിക്കൽ കൂടി ഗർജിച്ചു. അവനെ താഴെ വയ്ക്ക്. ഒരു പെണ്ണിൻ്റെ കൽപ്പന കേട്ട് സൈമൺ തരകൻ തോളിന് മീതെ കൂടി തല ചെരിച്ചു നോക്കി. എമിലി സംഹാരരുദ്രയെപ്പോലെ നിൽക്കുന്നു. അവനെ താഴെ വയ്ക്കാനാ പറഞ്ഞത്. അവൾ ഒന്നുകൂടി ഒച്ചയെടുത്ത് ചീറി. സൈമൺ തരകൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. കടപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ കാണുകെ ഇങ്ങനെയൊരു രംഗം അയാൾ തീരെ ആഗ്രഹിച്ചതല്ല. ഇവൻ്റെ തന്തയാരെന്ന് അറിയണം അല്ലേ? എമിലിയുടെ കത്തുന്ന കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. കാരക്കാട്ട് സൈമൺ തരകനാ ഇവൻ്റെ തന്ത. കടപ്പുറം മുഴുവൻ കേൾക്കുകയായിരുന്നു എമിലിയുടെ പ്രഖ്യാപനം. കടൽ കരയിലേക്ക് ഇരമ്പിക്കയറി വന്നുവെന്നും കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ തിരവലിവിൽ ഊർന്നുപോയെന്നും സൈമൺ തരകന് തോന്നി. അറയ്ക്കുന്ന ഒരു ജീവിയെ അറിയാതെ തൊട്ടതുപോലെ അയാൾ ശൗരിക്കുട്ടിയെ പെട്ടെന്ന് താഴെ വെച്ചു. ശൗരിക്ക് ശ്വാസവും ശബ്ദവും കാഴ്ചയും വീണുകിട്ടി. എമിലി ശൗരിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവനെ വാരിയെടുത്ത് മുഖത്തേക്ക് നോക്കി. അവൻ്റെ മൂക്കിൽ കൂടി ചോര വരുന്നുണ്ടായിരുന്നു. അടിയേറ്റ കവിൾത്തടം കരുവളിച്ചു. ഒരു കണ്ണ് കലങ്ങി ചുവപ്പ് നിറമായി. എൽസമ്മയുടെ കൈ പിടിച്ച് ആശ്ചര്യത്തോടെ എല്ലാം നോക്കിക്കൊണ്ടു നിന്ന കൊച്ചു ഡാൻഡസിൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് എമിലി തൊണ്ട പൊട്ടി ചോദിച്ചു, അവനോടിങ്ങനെ ചെയ്താൽ നിങ്ങൾ സഹിക്കോ? അവനും ഇവനും തമ്മി നിങ്ങൾക്കെന്ന വ്യത്യാസം? എമിലിയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. സൈമൺ തരകന് വേണമെങ്കിൽ ശൗരിക്കുട്ടിയുടെ മേലുള്ള പിതൃത്വം നിഷേധിക്കാം. പക്ഷേ കടപ്പുറത്തുകാർക്കെല്ലാം അറിയാം അവൻ സൈമൺ തരകൻ്റെ പുത്രനാണെന്ന്. എന്ന് മാത്രമല്ല, താൻ നിഷേധിച്ചാൽ എമിലി ഇനി എന്തൊക്കെ വിളിച്ചു പറയുമെന്നും അറിഞ്ഞുകൂടാ. കൊച്ചിൻ്റെ മുഖം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. എമിലി ശൗരിയുടെ കവിൾത്തടങ്ങളും നെറ്റിയും തലോടി. മനുഷ്യനായിട്ട് ജനിച്ച ആരെങ്കിലും ചെയ്യണ പണിയാണോ ഇത്? എൽസമ്മ നാണക്കേടിൻ്റെ ചളിക്കുളത്തിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. എമിലിയുടെ സമീപം നിൽക്കുന്ന കുട്ടിയെ എൽസമ്മ നോക്കി. തൻ്റെ ഭർത്താവിൻ്റെ മകൻ. എമിലിയിലേക്കും എൽസമ്മയുടെ കണ്ണ് പാഞ്ഞു. എന്തു കണ്ടിട്ടാണ് തൻ്റെ ഭർത്താവ് ഇവളെ പണിക്ക് വിളിപ്പിച്ച് മീൻകൂടത്തിലിട്ട് ബലാത്കാരം ചെയ്തത്? ആ വേഴ്ചയും അതിൽ നിന്ന് ജനിച്ച സന്തതിയും ഇപ്പോൾ ചെല്ലിക്കടപ്പുറത്ത് അനാവരണം ചെയ്യപ്പെടുമ്പോൾ തൻ്റെയും തൻ്റെ മക്കളുടെയും സ്ഥാനവും പദവിയുമാണ് നാണക്കേടിൻ്റെ വഴുവഴുത്ത ചൂളയിൽ കിടന്നെഴിയുന്നതെന്ന് എൽസമ്മ തിരിച്ചറിഞ്ഞു. ഇതുപോലൊരു അപമാനം ഒരു ഭാര്യയ്ക്കും ഉണ്ടാകാനില്ല. ചെല്ലിക്കടപ്പുറത്തെ എല്ലാ കണ്ണുകളും തൻ്റെ മേലാണെന്ന് എൽസമ്മയ്ക്ക് തോന്നി. ആൾക്കൂട്ടത്തിന് മുൻപിൽ നഗ്നയാക്കപ്പെടുക എന്നാൽ വസ്ത്രങ്ങൾ വലിച്ചുകീറി കളയുന്നതല്ല എന്ന് അവൾക്ക് മനസ്സിലായി. വസ്ത്രമില്ലെങ്കിൽ കൈകൊണ്ടെങ്കിലും മറയ്ക്കാം. ഈ നഗ്നതയെ എന്തുകൊണ്ട് മറയ്ക്കും? എൽസമ്മ ഡാൻഡസിനെയും കൊണ്ട് കാറിൽ കയറിയിരുന്നു. ഡോറടച്ചു. പക്ഷേ ഡാൻഡസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവന് പുറത്തിറങ്ങണം. ഒരിക്കലുമില്ലാത്ത വിധം അവൻ അക്രമാസക്തനായി. കാറിനുള്ളിൽ അവനെ അടക്കി വയ്ക്കാൻ ശ്രമിച്ച എൽസമ്മയെ അവൻ പല്ലും നഖവും കൊണ്ട് എതിർത്തു. മറുവശത്തെ ഡോർ തുറന്ന് അവൻ കാറിന് വെളിയിൽ ചാടി. അവന് അനന്തര സംഭവങ്ങൾ കണ്ടേ മതിയാകൂ. പപ്പ കാറിനടുത്തേക്ക് വരുന്നതും ബോണറ്റിൻ്റെ മീതെ ബലൂൺ എടുക്കാൻ കയറിയ കുട്ടിയെ പപ്പ തല്ലുന്നതും തൂക്കിയെടുത്ത് കുടയുന്നതും അവൻ കണ്ടതാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ എവിടെ നിന്നോ ഓടിവന്ന് അവൻ്റെ പപ്പയെ വെല്ലുവിളിക്കുന്ന മട്ടിൽ സംസാരിച്ചത്. അതോടെ അവൻ്റെ പപ്പ ആ കുട്ടിയെ വിട്ടുകളഞ്ഞു. കഥയുടെ ബാക്കി ഭാഗം കൂടി അവന് കണ്ടേ മതിയാകൂ. ആ സ്ത്രീ തൻ്റെ പപ്പയെ വല്ലതും ചെയ്തു കളയുമോ? അതോ തൻ്റെ പപ്പ ആ സ്ത്രീയെ അടിക്കുമോ? അവൻ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ
ആ സ്ത്രീ കാറിന് മീതെ കയറിയ കുട്ടിയെ തൊട്ടു തലോടി സമാധാനിപ്പിക്കുകയാണ്. അടി കിട്ടിയിട്ടും താഴെ വീണ് ദേഹം മുഴുവൻ മണ്ണ് പുരണ്ടിട്ടും അവൻ്റെ മുഖത്ത് ചോരയൊഴുകിയിട്ടും അവൻ കരയുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് കരയാത്തത്? കരയാൻ അവൻ അറിഞ്ഞുകൂടെ? അവൻ്റെ ബലൂൺ ഇപ്പോഴും കാറിന് മുകളിൽ തന്നെയുണ്ട്. പപ്പ എന്തുകൊണ്ടാ അതെടുത്തു കൊടുക്കാത്തത്? എമിലി സങ്കടം സഹിക്കവയ്യാതെ ശൗരിക്കുട്ടിയെ പിടിച്ച് സൈമൺ തരകൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തിയിട്ട് നിലവിളിക്കും പോലെ പറഞ്ഞു, കൊല്ലണമെങ്കിൽ ഇപ്പം തന്നെ കൊന്നുകളഞ്ഞേക്ക്. ജനിപ്പിച്ച ആളിൻ്റെ കൈകൊണ്ട് തന്നെ കൊന്നേക്ക്. സൈമൺ തരകൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന 4 വയസ്സ് തികയാത്ത കുട്ടിയെ നോക്കി. കടപ്പുറത്തെ മീൻകൂടത്തിൽ അട്ടിയടുക്കിയ ഉളുമ്പ് നാറുന്ന മീൻകുട്ടകൾക്കിടയിൽ ഒരു ഉച്ചതിരിഞ്ഞ വേനലിൽ തൻ്റെ 2-4 നിമിഷത്തെ ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് ജന്മം കൊണ്ടവൻ, തൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിവാരത്തിന് ചുവട്ടിൽ ഒരു തെരുവു നായയെപ്പോലെ സൈമൺ തരകൻ്റെ മകൻ എന്ന പേരണിഞ്ഞു കിടക്കുന്നവൻ, ഇവനാണ് തൻ്റെ യശസ്സിനും കീർത്തിക്കും കളങ്കം ചാർത്തിക്കൊണ്ട് പിറന്നു വീണ അസുരവിത്ത്. ഇപ്പോൾ ഈ ചെല്ലിക്കടപ്പുറത്ത് സകല മനുഷ്യരും വട്ടമിട്ട് നോക്കി നിൽക്കെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു, ഇവൻ തൻ്റെ മകനാണെന്ന്. കാലിൽ പിടിച്ച് തൂക്കിയെറിഞ്ഞാൽ കടലിൽ വീഴാനുള്ളതേയുള്ളൂ ഈ കൃമി. പക്ഷേ കടപ്പുറത്തു കൂടിയ പുരുഷാരത്തിനു മുൻപിൽ സൈമൺ തരകൻ നിസ്സഹായനായിപ്പോയി. ആയുധം അവൻ്റെ കയ്യിലാണുള്ളതെന്നും താൻ നിരായുധനാണെന്നും സൈമൺ തരകന് തോന്നി. സൈമൺ തരകൻ ഒരക്ഷരം മിണ്ടാനില്ലാതെ നാണം കെട്ട് തിരിച്ചുപോയി എന്ന് പിന്നീട് ചെല്ലിക്കടപ്പുറത്തുകാർ പറയാതിരിക്കാൻ വേണ്ടി മാത്രം അയാൾ ശൗരിയുടെ നേർക്ക് ഒരാട്ടാട്ടി. ശൗരിക്ക് ആദ്യം ഒരു ഉൾപ്പേടി തോന്നിയെങ്കിലും പാളി നോക്കിയപ്പോൾ അമ്മ ഉശിരോടെ പിന്നിൽ നിൽക്കുന്നത് കണ്ട് ധൈര്യമായി. കാറിൽ വന്ന ആ വലിയ മനുഷ്യനെ അവൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. അയാൾക്ക് തന്നെ കാറിന് മീതെ നിന്ന് അടിച്ചു വീഴ്ത്താൻ കഴിഞ്ഞു. പക്ഷേ അമ്മയുടെ മുൻപിൽ അയാൾ തോറ്റുപോയതുപോലെയാണ് ശൗരിക്ക് തോന്നിയത്. അമ്മ അയാളുടെ നേർക്ക് കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം അവന് മനസ്സിലായില്ല. എങ്കിലും അമ്മയോട് എതിരിടാൻ അയാൾക്ക് ധൈര്യമില്ലെന്നുള്ളതിന് അവൻ ദൃക്സാക്ഷിയായി. സൈമൺ തരകൻ ഇടതുകൈയിൽ തൂക്കിപ്പിടിച്ചിരുന്ന ഏകദേശം 6 കിലോ തൂക്കം വരുന്ന നെയ്മീൻ എങ്ങോട്ടെന്നില്ലാതെ വലിച്ചെറിഞ്ഞിട്ട് കാറിൽ കയറി ഡോർ ആഞ്ഞടച്ചു. ഡാൻഡസിനെ പോലും അയാൾ കണ്ടില്ല. ഡാൻഡസ് ശൗരിയെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത നടപടി എന്തെന്ന ആകാംക്ഷയോടെ നിന്നു. അവൻ ബലൂൺ എടുക്കുമോ? എടുത്തു തരാൻ ആരോടെങ്കിലും പറയുമോ? പപ്പ എടുത്തു കൊടുക്കില്ലെന്ന് അവന് മനസ്സിലായി. ഡാൻഡസിന് കൈ എത്തുകയില്ല. എത്തുമായിരുന്നെങ്കിൽ അവൻ അതെടുത്തു കൊടുത്തേനെ. കാരണം ആ ബലൂണിൻ്റെ പേരിലാണ് ഈ കുഴപ്പങ്ങളത്രയും. പെട്ടെന്ന് അവൻ നിന്നയരികിലെ ഡോർ തുറക്കപ്പെട്ടു. ഇങ്ങോട്ട് കയറി വാ. എൽസമ്മയുടെ കൈ പുറത്തേക്ക് നീണ്ട് അവനെ പിടികൂടി. ഇനി എന്നാ കാഴ്ച കാണാനാ നിൽക്കുന്നേ? കണ്ടതുപോരെ? എന്നിട്ടും തൃപ്തിയായില്ലേ? ഡാൻഡസിനോടാണ് പറയുന്നതെങ്കിലും ലക്ഷ്യം സൈമൺ തരകൻ്റെ നേരെയാണ്. എൽസമ്മ അവനെ അകത്തേക്ക് വലിച്ചു കയറ്റി ഡോർ അടച്ചു. സൈമൺ തരകൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പിൻചക്രങ്ങൾ പുറകിലേക്ക് മണൽ തെറിപ്പിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞു. നാണക്കേടിൻ്റെ കൊടിക്കൂറ പോലെ കാറിൻ്റെ ആൻറ്റിനയിൽ തൂങ്ങിക്കിടന്ന് ആ മഞ്ഞ ബലൂൺ കാറ്റത്ത് തുള്ളിക്കളിച്ചു. സൈമൺ തരകൻ വലിച്ചെറിഞ്ഞ മീൻ ഏലിയാസ് പോയി എടുത്തു. അത് കാരക്കാട്ട് ബംഗ്ലാവിൽ എത്തിച്ചു കൊടുക്കേണ്ട ചുമതല തൻ്റേതാണെന്ന് ആരും പറയാതെ തന്നെ അയാൾക്കറിയാം. സൈമൺ തരകൻ പോയതോടെ ആൾക്കൂട്ടം എമിലിയെയും ശൗരിക്കുട്ടിയെയും പൊതിഞ്ഞു. സൈമൺ മുതലാളി എന്തൊരടിയെ അടിച്ച് കൊച്ചിൻ്റെ മുഖത്തിട്ട്. ഇതൊരു കൊച്ചാണെന്ന് പോലും ചിന്തിച്ചില്ലല്ലോ അയാൾ. ഒരാൾ അമർഷം പ്രകടിപ്പിച്ചു. അവൻ്റെ മൂക്കിന്ന് ചോര വരണ കണ്ടോ? തലയോട്ടി ഇളകിയിട്ടുണ്ട്. അങ്ങനത്തെ അടിയെ അടിച്ച്. എമിലിയെ, ജർമ്മച്ചായൻ വിളിച്ചു. നീ വിഷമിക്കണ്ട. ഇത് നീ എന്നെങ്കിലും അയാളുടെ മുഖത്ത് നോക്കി പറയേണ്ടതായിരുന്നു. നീ പറഞ്ഞല്ലോ. അതിന് ഇതിനേക്കാൾ പറ്റിയ ഒരവസരം കിട്ടാനില്ല. നീ പറയേണ്ട പോലെ പറഞ്ഞു എമിലി. സൈമൺ മുതലാളിക്ക് തിരിച്ചങ്ങോട്ട് ഒന്നും പറയാനുണ്ടായില്ലല്ലോ. കാറിലോട്ട് കയറി വാതിലും വലിച്ചടച്ച് ചീർപ്പഞ്ഞു പോവല്ലേ ഉണ്ടായത്. എമിലി ആരെയും നോക്കിയില്ല. ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ പുരുഷാരത്തിനെ അവൾക്ക് വിശ്വാസമില്ല. ഇതേ ആളുകളാണ് അവളെ അവഹേളിച്ചിട്ടുള്ളതും ഒറ്റപ്പെടുത്തിയതും. ഇവരുടെ സ്വരം നാളെ ഒരിക്കൽ വേറൊന്നായിരിക്കും. എമിലി ശൗരിക്കുട്ടിയെ വാരിയെടുത്ത് മുന്നോട്ട് നീങ്ങി. ആൾക്കൂട്ടം ഒതുങ്ങി വഴിമാറിക്കൊടുത്തു. എമിലി ശൗരിക്കുട്ടിയെയും കൊണ്ട് തൻ്റെ ചായക്കടയിലേക്ക് പോയി. കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് കാർ ഓടിക്കൊണ്ടിരിക്കെ പിൻസീറ്റിലിരുന്ന് ഭർത്താവിൻ്റെ മുഖത്തെ ചേഷ്ടകൾ നിരീക്ഷിക്കുകയായിരുന്നു എൽസമ്മ. വാസ്തവത്തിൽ തൻ്റെ ഭർത്താവ് ഒരു കോമാളിയായി കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? സൈമൺ തരകനായി ഇയാൾ വേഷം കെട്ടുകയാണോ? അതോ ജീവിക്കുകയാണോ? ഇയാളുടെ അധികാരങ്ങൾ, കൽപ്പനകൾ, ആക്രോശങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, അധിക്ഷേപങ്ങൾ, അഹംഭാവം, ഇവയ്ക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആരെങ്കിലും ഇയാളെ സ്നേഹിക്കുന്നുണ്ടോ? ബഹുമാനിക്കുന്നുണ്ടോ? അനുസരിക്കുന്നുണ്ടോ?
മതമിളകിയ ഒരു കാട്ടുപോത്ത് കടപ്പുറത്ത് പാഞ്ഞു നടക്കുന്നു, അമർന്നു, കുത്തിമറിക്കുന്നു. മനഃപൂർവ്വം കയറ്റിവെച്ചതാ എൻ്റെ കാറിൻ്റെ മീതെ, എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി. സൈമൺ തരകൻ ആരോടെന്നില്ലാതെ പുലമ്പി. മനഃപൂർവ്വം ആര് ചെയ്തെന്നാ? ഞാൻ ആരെയും കണ്ടില്ല. ബലൂൺ കുരുങ്ങിയപ്പോൾ ആ ചെക്കൻ എടുക്കാൻ കയറിയതാ. എൻ്റെ കാറിൻ്റെ മേലെ മാത്രമേ അവൻ്റെ ബലൂൺ കുരുങ്ങത്തുള്ളോ? ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അതിനു പിറകിൽ ഒരു നിയോഗത്തിൻ്റെ കയ്യപ്പുണ്ടെന്ന മട്ടിൽ എൽസമ്മ തറപ്പിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ആ കൊച്ചിനെ എടുത്ത് പൊക്കിപ്പിടിച്ചിട്ട് കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനാണെന്ന്. അപ്പോൾ വായിക്കിടന്ന നാക്ക് എവിടെ പോയി? കണ്ടില്ലല്ലോ. ഒരക്ഷരം മിണ്ടാൻ പറ്റിയോ? ഇല്ലല്ലോ. സ്റ്റിയറിംഗ് വീലിൽ സൈമൺ തരകൻ്റെ പിടുത്തം മുറുകി. ചെല്ലിക്കടപ്പുറം മുഴുവനും കേട്ടു. സൈമൺ തരകൻ്റെ മകൻ. എല്ലാവരും കണ്ണു നിറയെ കാണുകയും ചെയ്തു. സൈമൺ തരകൻ്റെ മകൻ ഏതാണെന്നും ആരാണെന്നും. മിണ്ടാതടി ശവമേ. പുറകോട്ട് പാളി നോക്കി സൈമൺ തരകൻ ചീറി. ഞാൻ മിണ്ടും. ഞാൻ മിണ്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ മിണ്ടാൻ അവകാശം? ചെല്ലിക്കടപ്പുറത്ത് നാണം കെട്ടത് നിങ്ങളല്ല, ഞാനും എൻ്റെ മോനുമാ. ആ ചെക്കൻ സൈമൺ തരകൻ്റെ മകനായപ്പം ഞാനും എൻ്റെ മോനും ആരായി? ഇതിൻ്റെയൊക്കെ കണക്ക് ഞാൻ തീർത്തോളാം. സൈമൺ തരകൻ കടപ്പല്ല് ഞെരിച്ചു. നിങ്ങളിനി ഒരു കണക്കും തീർക്കാൻ പോകണ്ട. അവളെയും അവളുടെ മോനെയും തൊട്ട നിങ്ങളുടെ കൈ ഇനിയും നാറും. അവർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്താലും ഈ കാരക്കാട്ട് കുടുംബം മുഴുവൻ നാറും, ഞാനും എൻ്റെ മോനും ഉൾപ്പെടെ. സൈമൺ തരകൻ തലതിരിച്ച് ഭാര്യയെ വീണ്ടും ഉഗ്രമായി നോക്കി. അവരെ വെറുതെ വിട്ടേക്കുന്നതാ ബുദ്ധി. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ചെല്ലിക്കടപ്പുറത്തോട്ട് പോവാണ്ടിരിക്കുക. ഏജൻറ്റുമാരുണ്ടല്ലോ. പിന്നെന്തിനാ പോണേ? നിങ്ങളെപ്പോൾ കാലുകുത്തിയാലും ആളുകൾ ആ ചെക്കനെ നിങ്ങളെയും ഓർക്കും, എന്നെയും എൻ്റെ മോനെയും ഓർക്കും. അവരെ ഉള്ളുകൊണ്ട് ചിരിക്കും. സന്തോഷിച്ചിട്ടാണോ? അല്ല, പരിഹാസം കൊണ്ട്. ഇന്നും ഈ ആഴ്ച മുഴുവനും കടപ്പുറത്തുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോരെ? സൈമൺ തരകന് ആ കാർ എവിടെങ്കിലും കൊണ്ടുപോയി ഇടിച്ചു തകർക്കണമെന്ന് തോന്നിപ്പോയി. അവൻ ജീവിച്ചിരുന്ന ഇനിയുള്ള കാലം മുഴുവൻ എനിക്ക് പാരയാ. അവനെ ഞാൻ വെച്ചു പൊറുപ്പിക്കണോ എൻ്റെ കടപ്പുറത്ത്? വിത്ത് വിതയ്ക്കുമ്പോൾ ഓർക്കണം, അത് പൊട്ടിമുളച്ച് വലിയ മരമായിട്ട് വളർന്നു പടരുമെന്ന്. ഇപ്പോഴല്ല ഓർക്കേണ്ടത്. സൈമൺ തരകൻ സഡൻ ബ്രേക്ക് ഇട്ടു. എൽസമ്മയും ഡാൻഡസും മുൻസീറ്റിൽ ചെന്നിടിച്ചു. ഇറങ്ങടി കാറെന്ന് സൈമൺ തരകൻ ചീറി. എൽസമ്മയും ഡാൻഡസും ഇറങ്ങി. നീ അങ്ങ് നടന്നു വന്നാൽ മതി. കലിപൂണ്ട് അയാൾ കാറോടിച്ചു പോയി. അധ്യായം 14. വീടിന് പിന്നമ്പുറത്തെ ഓലഷെഡിൽ വെച്ച് പാകം ചെയ്ത കഞ്ഞിയും കറികളും ചായക്കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞന്ന വിൻസിയെ സഹായത്തിന് വിളിച്ചു. വിൻസിക്കാണെങ്കിൽ ലോകത്തുള്ള സകലരോടും ദേഷ്യമാണ്. നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ച അവൾക്ക് അതിനുള്ള പണം കിട്ടിയില്ല. ഇനിയൊരിക്കലും ആ ആഗ്രഹം നടക്കില്ലെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. പ്രീ ഡിഗ്രി കൊണ്ട് പഠിത്തം അവസാനിപ്പിക്കാനായിരുന്നു അവളുടെ വിധി. ഡിഗ്രിക്ക് പോയാൽ മതിയായിരുന്നു. ബികോം എങ്കിലും പാസ്സായി കിട്ടിയേനെ. നേഴ്സിംഗ് പഠിക്കാമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒടുക്കം അതുമില്ല ഇതുമില്ലെന്നായി. എൻ്റെ ജീവിതം നശിച്ചു. നിരാശയുടെ മൂർധന്യ അവസ്ഥയിലിരുന്ന് വീർപ്പുമുട്ടുമ്പോൾ അവൾ ആരോടെന്നില്ലാതെ വിലപിക്കും. എടി, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. കുഞ്ഞെന്നെ ഉപദേശിക്കും. ഈ ലോകത്തെ പെണ്ണുങ്ങളെല്ലാം നേഴ്സിംഗ് പഠിച്ചിട്ടാണോ ജീവിക്കുന്നേ? അതിന് പറ്റാത്തവർ ബികോം പഠിച്ചിട്ടാണോ നശിക്കാതിരിക്കുന്നത്? ഓരോരുത്തർക്ക് ഓരോ വിധിയുണ്ട്. എന്നാലും എൻ്റെ പോലത്തെ വിധി ആർക്കും കാണത്തില്ല. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ജന്മം കൊടുക്കല്ലേന്ന എൻ്റെ പ്രാർത്ഥന. വിൻസി ആവലാതിപ്പെട്ടു. എടി, എല്ലാവരും അങ്ങനെ തന്നെയാ വിചാരിക്കുന്നേ. അവനവൻ്റെ ജീവിതമാ ഏറ്റവും ദുരിതം പിടിച്ചതെന്ന്. മറ്റുള്ളവരുടെ ജീവിതം കൂടെ ജീവിച്ചു നോക്കണം. അന്നേരം മനസ്സിലാകും അവനവൻ്റേതിനേക്കാൾ വലിയ നരകമാ ഭൂരിപക്ഷം പേർക്കും കിട്ടിയിരിക്കണതെന്ന്. ഞാനെന്തിനാ മറ്റുള്ളവരെ നോക്കണേ? എനിക്കെൻ്റെ കാര്യം നോക്കിയാൽ പോരെ? വിൻസി കുഞ്ഞന്നയുടെ നേർക്ക് കയർത്തു. അതെ, നീ നിൻ്റെ കാര്യം നോക്ക്. നിനക്ക് ആ മോര് കാച്ചിയത് ചായക്കടയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അവനോട് പറ, ശൗരിയോട്. അവൻ്റെ കയ്യിലും സാധനമുണ്ടടി. ശൗരി പാവയ്ക്ക തോരൻ്റെ പാത്രം കയ്യിൽ തൂക്കിപ്പിടിച്ച് നിൽപ്പാണ്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. തിന്നാൻ നേരത്ത് ഈ പറ്റത്തില്ല എന്നുള്ള പറച്ചിൽ ഇന്നുവരെ കേട്ടിട്ടില്ലല്ലോ. കുഞ്ഞെന്നെ പിറുപിറുത്തു. അവർ ശൗരിക്കുട്ടിയെയും കൂട്ടി ചായക്കടയിലേക്ക് പോയി. എമിലി പനി വന്ന് കിടപ്പാണ്. കണിച്ചൂക്കുളങ്ങര ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു പനിയാണെന്നും അഡ്മിറ്റ് ചെയ്യണമെന്നും. കുഞ്ഞെന്നയ്ക്ക് പാതി മനസ്സുണ്ടായിരുന്നു എമിലിയെ ആശുപത്രിയിൽ കിടത്താൻ. പക്ഷേ എമിലി സമ്മതിച്ചില്ല. ഞാൻ ആശുപത്രി കിടന്ന തിരിച്ചു വരുമ്പം പിള്ളേർ 2 കുറവായിരിക്കും. അതാണ് എമിലിയുടെ പേടി. പ്രത്യേകിച്ച് ശൗരിക്കുട്ടി ഏതെങ്കിലും കാണാമറയത്തേക്ക് പോയിക്കളയുമെന്ന് തന്നെ എമിലി വിശ്വസിച്ചു. അവന് എവിടെ പോകാനും പേടിയില്ല. വീട് വിട്ട് എത്ര അകലെ വേണമെങ്കിലും പോകും.
3.5 വയസ്സിൽ പുറംകടലിൽ പോയവനാണ്. അതിനാൽ എമിലി മരുന്ന് വാങ്ങി തിരികെ വീട്ടിൽ വന്ന് പായ വിരിച്ചു കിടന്നു. ഇപ്പോൾ ഒരാഴ്ചയാകുന്നു. പനി കുറഞ്ഞു തുടങ്ങി. പക്ഷേ ചുമയും കഫക്കെട്ടും നെഞ്ചുവേദനയും വിട്ടുമാറുന്നില്ല. രാവിലെയും രാത്രിയും കുഞ്ഞിന് വെള്ളം തിളപ്പിച്ച് എമിലിക്ക് ആവി പിടിക്കും. തിളച്ച വെള്ളത്തിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് നെഞ്ചിലും പുറത്തും ചൂടുവെക്കും. ഇപ്പോൾ കുറച്ച് ഭേദം വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്നും ഇന്നലെയും വെള്ളം ചൂടാക്കി മേൽ കഴുകിച്ചതും കുഞ്ഞെണ്ണ തന്നെയായിരുന്നു. ശൗര്യക്കുട്ടി കുഞ്ഞെണ്ണയുടെ കൂടെ നിന്ന് തന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. വീടിന് പിന്നാമ്പുറത്തെ ഓലഷെഡിൽ പാകം ചെയ്ത തോരനും സാമ്പാറും ചമ്മന്തിയും പാത്രത്തിലാക്കി കൊടുത്താൽ അവൻ ചായക്കടയിലെത്തിക്കും. വലിയ ഭാരങ്ങൾ എടുക്കാനുള്ള ശേഷി ആ 4 വയസ്സുകാരനില്ല. കഞ്ഞിയും തോരനും ചായക്കടയിലെത്തിച്ച ശേഷം കുഞ്ഞെണ്ണയും ശൗര്യക്കുട്ടിയും തിരിച്ചു വന്നു. അടുപ്പത്ത് വലിയ അലുമിനിയം കലത്തിൽ കരിങ്ങാലി വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അമ്മേനെ കുളിപ്പിച്ചുവോ? ശൗരി കുഞ്ഞെണ്ണയോട് ചോദിച്ചു. കുളിപ്പിക്കും, കുഞ്ഞെണ്ണ പറഞ്ഞു. ചൂടുവെള്ളത്തിലാ? ആണടാ, കുഞ്ഞെണ്ണ സമ്മതിച്ചു. ബാക്കി സാധനങ്ങളും എടുത്ത് കുഞ്ഞെണ്ണ അവനെയും കൂട്ടി ചായക്കടയിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് ശൗരി തിരിച്ചു വന്നു. അടുപ്പിൽ ഇപ്പോഴും തീ കത്തുന്നുണ്ട്. നിറയെ തീക്കനലുകളുണ്ട്. ശൗരി പിന്നാമ്പുറത്തിരുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം വെള്ളം കൊണ്ടുവരാനായി തൂക്കുപാളിയും എടുത്ത് വീടിന് സമീപമുള്ള ചെറിയ കുളത്തിലേക്ക് പോയി. ശൗരി തൂക്കുപാളിയിൽ വെള്ളം മുക്കിക്കോരി തൂക്കിപ്പിടിച്ച് ഷെഡിലെത്തി. അവൻ നോക്കിയപ്പോൾ അടുപ്പത്ത് വെച്ച പ്ലാസ്റ്റിക് ബക്കറ്റ് കാണാനില്ല. അതാരെടുത്ത് മാറ്റിയെന്ന് ആശ്ചര്യപ്പെട്ട് അവൻ ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. അവൻ അടുപ്പിനരികെ ചെന്ന് നോക്കി. ബക്കറ്റിൻ്റെ ഇരുമ്പ് കൈപ്പിടി തീക്കനലുകൾക്ക് മീതെ കിടപ്പുണ്ട്. പിന്നെ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആകൃതിയിലൊരു കരിക്കട്ടയും കണ്ടു. തോർത്തു പിഴിഞ്ഞ നിലയിൽ കത്തിക്കരിഞ്ഞു കിടക്കും പോലെ. ശൗര്യക്കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ബക്കറ്റിൻ്റെ പിടി മാത്രം അടുപ്പിലിട്ടിട്ട് ബക്കറ്റ് ആര് കൊണ്ടുപോയി? കുഞ്ഞെണ്ണ ചായക്കടയിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കരിയുന്ന ഗന്ധം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അവർ അടുപ്പിലേക്ക് നോക്കി. എന്തോ ഒരു കറുത്ത വസ്തു അടുപ്പിൽ കിടന്ന് പാമ്പിനെപ്പോലെ പുളഞ്ഞു പുകയുന്നു. നീ എന്താ അടുപ്പിൽ കൊണ്ടിട്ടേ? കുഞ്ഞെണ്ണ ശൗരിയോട് ചോദിച്ചു. ഒന്നും ഇത്തില്ലല്ലോ. ശൗരിക്ക് ഒന്നും അറിയില്ല. പിന്നെങ്ങനാ പ്ലാസ്റ്റിക് കരിയുന്ന മണം വരുന്നേ? കുഞ്ഞെണ്ണ അടുപ്പിനരികെ ചെന്ന് നോക്കി. പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ ഇരുമ്പ് കൈപ്പിടി അടുപ്പിലുണ്ട്. കുഞ്ഞെണ്ണ പിന്നാമ്പുറത്തെ തിണ്ണയിൽ ബക്കറ്റ് വെച്ചിരുന്നിടത്തേക്ക് നോക്കി. അവിടെ ബക്കറ്റില്ല. വീണ്ടും അടുപ്പിൽ നോക്കി. ബക്കറ്റ് ഉരുകിക്കരിഞ്ഞ് ഒരു തുണിക്കഷ്ണം പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവിടെ ഇരുന്ന ബക്കറ്റ് എവിടെ ശൗരി? കുഞ്ഞെണ്ണയുടെ മുഖം മുറുകി. ഞാൻ കണ്ടില്ല. ശൗരിക്കുട്ടിക്ക് അറിയുകയേയില്ല അങ്ങനെ ഒരു ബക്കറ്റിനെ. നീ കണ്ടില്ല, നീ കണ്ടേയില്ല. ശൗരിക്കുട്ടി വിസമ്മതാർത്ഥത്തിൽ മുഖമാട്ടി. കുഞ്ഞെണ്ണ തൊടിയിലേക്കിറങ്ങി കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വടി 2 എണ്ണം ഒടിച്ചെടുത്തുകൊണ്ടുവന്നു. എമിലിയാണ് വടിയെടുക്കാൻ പോയതെങ്കിൽ ശൗരിക്കുട്ടി ഓടിയനെ. പക്ഷേ കുഞ്ഞെണ്ണയ്ക്ക് അവൻ്റെ ഒപ്പം ഓടാനുള്ള ശേഷിയില്ല. മാത്രമല്ല എമിലി അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വെല്ലുമ്മച്ച് ശിക്ഷിക്കാൻ വിളിക്കുമ്പോൾ ഓടരുതെന്ന്. ശൗരി കൈയും കെട്ടി നിന്നുകൊടുത്തു. നീ അല്ലേട ശൗരി ബക്കറ്റെടുത്ത് തീയിട്ടത്? ശൗരിക്കുട്ടി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി. ഇക്കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിച്ച നല്ല ഒന്നാന്തരം ബക്കറ്റ്. എന്താടാ ഒന്നും മിണ്ടാത്തേ? ഇല്ല, ശൗരിക്കുട്ടിക്ക് അതേപ്പറ്റി ഒന്നും പറയാനില്ല. ചോദിച്ച കേട്ടില്ലേടാ നീ? മോന്തയും കുനിച്ചു പിടിച്ച് കൈയും കെട്ടി നിന്നാ മതിയോ? അപ്പോഴും ശൗരിക്കുട്ടി മുഖമുയർത്തിയില്ല. എന്നാ സൂക്കേടായിരുന്നു നിനക്ക്? അത് തീയിട്ട് കത്തിച്ചു കളയാഞ്ഞിട്ട്. കുഞ്ഞെണ്ണ അവൻ്റെ മുട്ടിന് താഴെ 2 അടി വെച്ചു കൊടുത്തു. അതവൻ നേരത്തെ വരവ് വെച്ച് കഴിഞ്ഞതാണ്. അതിനാൽ കരച്ചിലില്ല. അവൻ കരയുന്നില്ലെന്നുകൂടി കണ്ടപ്പോൾ കുഞ്ഞെണ്ണയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു. തൻ്റെ അടി അവന് വേദനിച്ചില്ലെന്നാണ് അവർക്ക് തോന്നിയത്. അടിക്കുമ്പോൾ കരയാതിരുന്നതിൽ ഒരു പ്രതിഷേധമുണ്ടെന്നാണ് കുഞ്ഞെണ്ണയുടെ വിശ്വാസം. കുഞ്ഞെണ്ണ എണ്ണം പറഞ്ഞ് 2 അടി കൂടി കൊടുത്തു. ഇത്തവണ ശൗരി വാവിട്ട് കരഞ്ഞു. അവന് നന്നായി വേദനിച്ചതിനാൽ നീറ് കടിച്ചത് തൂക്കും പോലെ അടികൊണ്ടയിടം തെരുതെരെ തൂത്തുകൊണ്ടായിരുന്നു കരച്ചിൽ. കുഞ്ഞെണ്ണ വീണ്ടും അടിക്കാൻ ഓങ്ങിയപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കൈവീശി വിലക്കിക്കൊണ്ട് അവൻ പിന്നോട്ട് മാറുകയും ചെയ്തു. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കും തോറും വികൃതി ഒന്നിനൊന്ന് കൂടിക്കൂടിയാ വരണത്. നല്ല ചുട്ട അടിയുടെ കുറവല്ലേ? കുഞ്ഞെണ്ണ ഒടിഞ്ഞുപോയ വടികൾ വലിച്ചെറിഞ്ഞു. ശൗരിയുടെ കരച്ചിൽ കേട്ട് വിൻസിയും പിന്നാലെ ഭിത്തിയിൽ പരതിപ്പിടിച്ച് എമിലിയും തിണ്ണയിലേക്ക് വന്നു. എന്തിനാണമ്മേ ശൗരിക്കുട്ടി കരയണത്? എമിലി ചോദിച്ചു. എന്തിനാണെന്നോ? ഈ തിണ്ണയിലിരുന്ന പുത്തൻ ബക്കറ്റ് എടുത്തോണ്ട് പോയി അവൻ അടുപ്പിലിട്ട് കത്തിച്ചേക്കണ. പെരുന്നാളിന് വാങ്ങിച്ച നല്ല പുത്തൻ ബക്കറ്റേ. അടിയുടെ കുറവല്ലേ അവന്? എന്നിട്ട് ബക്കറ്റ് എന്തിയേ? അപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അത് കത്തിച്ചു കളഞ്ഞെന്ന്.
കുഞ്ഞിനെയെയും മാറി നിന്ന് കരയുന്ന ശൗര്യയെയും എമിലി മാറി മാറി നോക്കി. അവൻ എന്തിനാ കത്തിച്ച്? ആർക്കറിയാം, അവനൊൻ്റെ മുതലാണെന്ന ബോധം വേണ്ടായോ? ശൗരി, ഇവിടെ വാ, എമിലി വിളിച്ചു. ഇല്ല. ശൗരി കടുത്ത ശൗര്യത്തോടെ തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോടാ പറഞ്ഞത് ഇവിടെ വരാൻ. ഇല്ല ഇല്ല. ശൗരിക്കുട്ടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചു. എമിലിക്ക് കൂടുതൽ ഒച്ച ഉയർത്താനുള്ള ശേഷിയില്ലായിരുന്നു. നല്ല അനുസരണ. വിൻസി തൂണിൽ ചാരി നിന്ന് പിറുപിറുത്തു. ശൗരിക്കുട്ടി എല്ലാവരോടും പിണങ്ങി കുളക്കരയിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞന്നെ അവനെ വിളിച്ചു. എടാ ശൗരിക്കുട്ടിയെ, വാ, നീ എന്തിനാ അവിടെ പോയിരിക്കുന്നേ? എന്തിനാണെന്നോ ഒന്നും അറിയാത്ത പോലെ. എണീറ്റ് പാടാ, ചായക്കടയിൽ പോവാം, മുളകുവട ഉണ്ടാക്കണ്ടേ, നീയും കൂടെ വാ, കുഞ്ഞന്നെ വിളിച്ചു. ശൗരിക്കുട്ടി മുഖം തിരിച്ച് തൻ്റെ തോളിന് മീതെ കൂടി കുഞ്ഞന്നയെ നോക്കി. പിന്നെ എൻ്റെ പട്ടി വരും എന്നാണ് ആ നോട്ടത്തിനർത്ഥം. നീ പിണങ്ങിയിരിക്കുവാണോടാ? നീ ബക്കറ്റ് കത്തിച്ചു കളഞ്ഞിട്ടല്ലേ അടിച്ചത്? അതും 2 അടി. കുഞ്ഞന്ന ഇണക്കത്തിൽ അടുത്തുകൂടുകയാണ്. 2 അടിയോ? വടി 2 എണ്ണം മുടിയുന്നതുവരെ അടിച്ചിട്ട് കള്ളത്തരം പറയുന്നോ? പോട്ടെ, സാരമില്ല. ആർക്ക് സാരമില്ല? അടിച്ച വെല്ലുമ്മച്ചിക്കോ അതോ അടികൊണ്ട എനിക്കോ? എനിക്ക് സാരമുണ്ട്. ഇനി വെല്ലുമ്മച്ചിയുമായി യാതൊരുവിധ ഇടപാടുകളുമില്ല. ഓരോ സഹായത്തിന് ചോദിച്ചോണ്ട് വരുമല്ലോ. എല്ലാം നിർത്തി ഇന്നത്തോടെ. ഈ വീട്ടിലാരുമായിട്ടും ഇനി കൂട്ടില്ല. കുഞ്ഞന്ന ചെന്ന് ശൗരിയുടെ കൈക്ക് പിടിച്ചു വലിച്ചു. എണീറ്റ് വാട മോനെ. മോനെ? എന്തു മോൻ? എവിടുത്തെ മോൻ? അവൻ ശക്തിയായി കുഞ്ഞന്നയുടെ കൈ കുടഞ്ഞു കുതിർച്ചു. ശൗരിക്കുട്ടി ഉടനൊന്നും ഇണങ്ങുന്ന ലക്ഷണമില്ലെന്ന് കണ്ട് കുഞ്ഞന്ന തിരികെ പോയി. ശൗരി അവിടെ തന്നെ ഇരുന്നു. നേരം ഉച്ചയായി. ആരും വിളിക്കുന്നില്ലേ? അവൻ വീടിന് നേർക്ക് തല തിരിച്ചു നോക്കി. വയറു വിശക്കുന്നുണ്ട്. ആരെങ്കിലും വിളിക്കാതെ എണീറ്റ് ചെല്ലുന്നത് നാണക്കേടാണ്. പക്ഷേ വിശപ്പ് തന്നെ തോൽപ്പിച്ചു കളയുമോ എന്നായി ശൗരിക്കുട്ടിയുടെ ആശങ്ക. അങ്ങനെ ചെകിടോർത്തിരിക്കെ അമ്മയുടെ ശബ്ദം അവൻ കേട്ടു. മോനെ, ശൗരി, ശൗരിക്കുട്ടിയെ. ശൗരിക്കുട്ടിക്ക് സന്തോഷമായി. നാണക്കേടില്ലാതെ ചെല്ലാം, അമ്മ വിളിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ശൗരിക്കുട്ടി ഇവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല. അവൻ ഉടുപ്പിലെയും നിക്കറിലെയും കൈകാലുകളിലെയും മണൽത്തരികൾ തട്ടിക്കളഞ്ഞ് നേരെ വീട്ടുമുറ്റത്ത് ചെന്നു. അമ്മ ഒന്നും കൂടി വിളിക്കുമോ എന്ന് കാത്തു. ഇല്ല. പക്ഷേ നേരത്തെ വിളിച്ചല്ലോ, അത് ധാരാളം മതി. ശൗരിക്കുട്ടി വീടിനുള്ളിലേക്ക് കയറി ചെന്നു. അമ്മ കട്ടിലിൽ കിടക്കുകയാണ്. അടുക്കളയിൽ വല്യമ്മച്ചി എന്തോ പണി ചെയ്യുന്നു. വിൻസി ഏതോ പഴയ മാസിക വായിക്കുന്നു. ഡെന്നിച്ചനും ജാനറ്റും അങ്കണവാടിയിൽ പോയിരിക്കുകയാണ്. എന്നെ എന്തിനാ വിളിച്ചേ എന്ന മട്ടിൽ ഗൗരവത്തിലൊരു നോട്ടവുമായി ശൗരി എമിലിയുടെ മുന്നിൽ ചെന്നു നിന്നു. ഇങ്ങുവാ, എമിലി കണ്ണുകൊണ്ട് ക്ഷണിച്ചു. അടിക്കാനല്ലെന്ന് അവന് മനസ്സിലായി. അടിക്കാൻ നേരം അമ്മയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അവന് നന്നായി അറിയാം. ശൗരി അരികെ ചെന്നപ്പോൾ എമിലി അവനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അമ്മച്ചി ഒത്തിരി തല്ലിയോടാ? അവനെ തലോടിക്കൊണ്ട് എമിലി ചോദിച്ചു. ഉവ്വ്, തല്ലി. എവിടാ തല്ലിയത്? ശൗരി തൻ്റെ മുട്ടിന് കീഴെയുള്ള ഭാഗം ചൂണ്ടിക്കാട്ടി. ഇവിടെയാ. ഇവിടെയും തല്ലി, ഇവിടെയും. അവൻ ആവലാതിപ്പെട്ടു. എന്തിനാ വല്യമ്മച്ചി മോനെ തല്ലിയത്? അതിന് മറുപടി പറയാതെ അവൻ മുഖം കുനിച്ച് 2 കൈയിലെയും വിരലുകളിൽ തൊട്ടും പിടിച്ചു നിന്നു. എന്തിനാ മോനെ നീ ആ ബക്കറ്റ് തീയിട്ട് കളഞ്ഞത്? എമിലിയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല. എൻ്റെ മോൻ വെറുതെ അങ്ങനൊന്നും ചെയ്യൂല. എന്തെങ്കിലും കാരണം കാണും. ചുമ്മാ ആരെങ്കിലും ബക്കറ്റെടുത്ത് അടുപ്പിലിടുവോ? ഏയ്, അത്ര പൊട്ടനൊന്നുമല്ല എൻ്റെ ശൗരിക്കുട്ടി. എന്തിനാ മോനെ അങ്ങനെ ചെയ്തേ? അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയട്ടെ എന്ന മട്ടിലുള്ള നോട്ടമായിരുന്നു അത്. മോൻ പറഞ്ഞോടാ, ആരും എൻ്റെ മോനെ ഒന്നും ചെയ്യൂല. ശൗരി മുഖം താഴ്ത്തി അബദ്ധം പിണഞ്ഞ പോലെ പറഞ്ഞു. അമ്മേനെ കുളിപ്പിച്ചാൻ വെള്ളം ചൂടാക്കിയതാ. അത് കേട്ടതും വിൻസി പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ട് കുഞ്ഞന്നെയും ചിരിച്ചു. എമിലിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ശൗരി തല തിരിച്ച് ചിരിക്കുന്ന വിൻസിയെയും കുഞ്ഞന്നെയെയും നോക്കി. ചിരി അമർത്തുന്ന അമ്മയെ കൂടി കണ്ടതോടെ അവൻ്റെ മുഖം കനത്തു. അവന് പരിഭവമായെന്ന് കണ്ടപ്പോൾ എമിലി ഗൗരവത്തിൽ ചോദിച്ചു. എന്ത് കണ്ടിട്ടാടി വിൻസി നീ ഇളിക്കുന്നേ? എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ മോനെ. ഞാൻ പനിച്ച് കിടക്കണ കണ്ടിട്ട് എനിക്ക് മേല് കഴുകാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ വെച്ചതാ. അത് പ്ലാസ്റ്റിക് ബക്കറ്റായിപ്പോയത് അവൻ്റെ കുറ്റാണോ? അത് കേട്ട് വിൻസി വീണ്ടും ചിരിച്ചു. കണ്ടോ അമ്മേ? ശൗരിക്ക് കുറച്ചിലായി. വിൻസി, നിർത്തിടി നിന്റെ ചിരി. എടി, ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് എനിക്കിത്തിരി വെള്ളം ചൂടാക്കി തരണമെന്ന് എൻ്റെ കൊച്ചിനല്ലാതെ വേറെ ആർക്കെങ്കിലും തോന്നിയോ? എന്നിട്ട് ഇളിക്കുന്നോ? എൻ്റെ മോനിങ്ങ് വാട ചക്കരെ. എമിലി ശൗരിയെ മടിയിൽ കയറ്റിയിരുത്തി. താൻ ചെയ്തത് തീരെ മോശപ്പെട്ട പ്രവൃത്തിയല്ലെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. അമ്മയ്ക്കറിയാം താൻ എന്താണ് ചെയ്തതെന്ന്.
അത്രയും മതി. കുഞ്ഞിന് ചെറുചിരിയോടെ ശൗര്യയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഒരു കാര്യം, ഇനിയെങ്കിലും ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രം എടുത്ത് തീക്ക് മേതെ വെക്കല്ലേ. അത് ഉരുകി കത്തിപ്പോവില്ലേ. ഇനി അങ്ങനത്തെ മണ്ടത്തരം കാണിക്കോ? എനിക്കറിയാം. ശൗര്യക്കുട്ടി രോഷത്തോടെ കുഞ്ഞിനെയെ നോക്കി. പറ്റിയ അബദ്ധം അവന് മനസ്സിലായിട്ടുണ്ട്. ഇനി അതേപ്പറ്റി കൂടുതൽ വിസ്തരിക്കുകയൊന്നും വേണ്ട. എൻ്റെ മോൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അവനെ തല്ലിയതും പോരാഞ്ഞ് ഇനി കളിയാക്കുന്നോ? അത്രയും കൂടി പറഞ്ഞ് എമിലി ആ വിഷയം അവസാനിപ്പിച്ചു. കുഞ്ഞിന് അവന് ചോറ് വിളമ്പിക്കൊടുത്തു. ഉണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അവനെ ചായക്കടയിലേക്ക് സഹായത്തിന് വിളിച്ചു. അപ്പോഴേക്കും അവൻ്റെ പിണക്കമെല്ലാം മാറിക്കഴിഞ്ഞു. പക്ഷേ പ്ലാസ്റ്റിക് ബക്കറ്റ് തീയെടുപ്പിൽ വെച്ച് ശൗര്യക്കുട്ടി വെള്ളം ചൂടാക്കിയ വിവരം താമസം വിന അയൽക്കാർ അറിഞ്ഞു. വിൻസിയാണ് മറിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അങ്കണവാടി വിട്ട് ജാനറ്റും ഡെന്നിച്ചനും വന്നപ്പോൾ അവർക്കും പറഞ്ഞു കൊടുത്തു വിൻസി. അങ്ങനെ കടപ്പുറത്തെ സ്ത്രീകളെല്ലാം പതിയെ പതിയെ അറിഞ്ഞു. ശൗര്യക്കുട്ടിയെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് കടപ്പുറത്തെ ആരെങ്കിലും ചോദിക്കും, ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കി തരുമോ ശൗര്യക്കുട്ടിയെ? ശൗര്യക്കുട്ടിക്കത് കേൾക്കുമ്പോൾ അടിമുടി വിറഞ്ഞു വരും. മറുപടി പറയാൻ കടപ്പുറത്തെ ഭാഷ അവന് വശമില്ലാഞ്ഞിട്ടല്ല. വള്ളക്കാരുടെ നല്ല ഒന്നാന്തരം തെറി അവൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അമ്മ അവനെ മറ്റൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കണം. ശൗര്യക്കുട്ടി വീണ്ടും ഭീമമായൊരു അബദ്ധം കാണിക്കുന്നതുവരെ പലരും ബക്കറ്റ് കഥ പറഞ്ഞ് അവനെ കളിയാക്കിപ്പോന്നു. അടുത്ത ഭാഗം നാളെ.